हरे कृष्णा सर्वं कृष्णार्पणमस्तु. प्रभुपाद की जय, गुरु महाराज की जय, രാധാ പവനപുരേഷൻ की जय. ഗുരുവായൂർ മഞ്ജരീസിനെ മഹാഭാരത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ, നമസ്തേ, ഓം ശ്രീ മാത്രേ നമഃ. കേൾക്കാമോ പറയുന്നത്? ബിന്ദുമ്മ ഡോർ തുറന്നു വെച്ചിട്ട് കൊതുക് കയറിയാണ്. കൊതുക് തിന്നു തീർക്കുന്നുണ്ട്. അമ്മോ, കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം. തിരുവണ്ണാമല ഉത്സവം ആ വഴിക്ക് എടുക്കാത്ത നല്ല റൂമിനൊക്കെ 5000 ഒക്കെ പറയും. നമ്മൾ ശ്രീ മഹാഭാരതത്തിൽ ശാന്തി പർവ്വമാണ് എടുക്കുന്നത്. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941 93 42 49 49 41. അപ്പോൾ എല്ലാവരും വിചാരിക്കും മാതാജി മെസ്സേജ് ഇട്ട ഉടനെ നോക്കും എന്ന രീതിയിലാണ് ലൈവിൽ നമ്പർ പറയണത്. ക്ഷമിക്കണം കേട്ടോ. അമ്മു ഞാനും കൂടെ നോക്കി തീർക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് സമയം കൂടി എടുക്കും. കുറേ മെസ്സേജ് ഉണ്ട്. അപ്പോൾ നാളെ ഇനിയിപ്പം ഷൂട്ടും ഉണ്ട് രാവിലെ, അപ്പോൾ നാളെയും നോക്കാൻ പറ്റില്ല. കുറച്ച് മെസ്സേജുകളായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, ക്ഷമിക്കണേ. എല്ലാത്തിനും കൂടെ ഒരു ദിവസം മതിയാവുന്നില്ല, അതാ കാര്യം. അപ്പോൾ നമുക്ക് ശാന്തി പർവ്വത്തിൽ ശ്രീ മഹാഭാരതത്തിൽ ശാന്തി പർവ്വത്തിൽ അനാസക്തിയുടെ ആവശ്യം, ഇതേക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അനാസക്തിയുടെ ആവശ്യം എന്താണ്? അനാസക്തി ആവശ്യമില്ലാത്തതിനോടുള്ള സൂപ്പർ ലാലി മാതാജി ആവശ്യമില്ലാത്തതിനോടുള്ള അത്യാർത്തി, ഇതാണ് അനാസക്തി. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? പ്രധാനപ്പെട്ട ആവശ്യമില്ലാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. അതെല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ. ഈശ്വരൻ എനിക്ക് കൊണ്ടൊക്കെ മാറി, എന്തിനാണ് എനിക്ക് മാത്രം ദുഃഖം തന്നത് എന്നൊന്നും ചിന്തിക്കേണ്ട. ഈ പറയുന്ന ഈശ്വരൻ പോലും, സാക്ഷാൽ ഗുരുവായൂരപ്പൻ പോലും പല പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്. നമ്മളെല്ലാവരും സാധാ മനുഷ്യരാണ്. നമ്മളാരും ഈശ്വരനല്ല, ഈശ്വരന്റെ പ്രതിനിധികളുമല്ല, ഒന്നുമല്ല. അതിനുള്ള യോഗ്യതയും നമുക്കില്ല. നമുക്കെല്ലാം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹരിച്ച് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് മനസ്സിലാക്കാനാണ് ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 2024 ജീവിച്ചുകൊണ്ട് എങ്ങനെ ഭക്തി പ്രാക്ടീസ് ചെയ്യാം, കുടുംബത്തിൽ ജീവിച്ചുകൊണ്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നാണ് നമ്മൾ മഞ്ജരീസിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാ മനുഷ്യരായതുകൊണ്ട് നമുക്ക് ദുരിതങ്ങൾ ഉറപ്പാണ്, കൂടപ്പിറപ്പുകളാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും. അത് നമ്മൾ എന്ത് ചെയ്യണം? തരണം ചെയ്യണം. നല്ല ചങ്കുറപ്പോടുകൂടി, നല്ല ആത്മവിശ്വാസത്തോടുകൂടി, ഭക്തിയോടുകൂടി നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ടെടുത്തിട്ട് പോകണം. അല്ലാതെ നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിന് ഒരു അർത്ഥവും ഇല്ലാതെ പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അനാസക്തി നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. ഒരുപാട് അനാസക്തികളുണ്ട് നമുക്ക്. ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ തലയിലിട്ടിട്ട് നമ്മൾ ഇങ്ങനെ ആലോചിക്കും. അത് നമുക്കൊന്നും തരാൻ പോകുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ജീവിതത്തിൽ ഒന്നും തരാൻ പോകുന്നില്ല. അപ്പോൾ ആസക്തികളും അനാസക്തികളും എല്ലാം മാറ്റിവെച്ച് ഒരു സമാധാനമുള്ള ഒരു ജീവിതം, അതാണ് നമുക്ക് വേണ്ടത്. എത്ര കോടി രൂപ ഉണ്ടായിട്ടും കാര്യമില്ല, ജീവിതത്തിൽ മനസമാധാനം അല്ലെങ്കിൽ ആ ജീവിതം വേസ്റ്റാണ്. മനസ്സിലായില്ലേ? അതെ, ധീരതയോടുകൂടി ലൈഫിനെ മുന്നോട്ടെടുത്തിട്ട് പോവാം. പല പ്രതിസന്ധികളിൽ നമ്മൾ വീണ് പോകും, നമ്മൾ പകച്ചു നിന്ന് പോകും. ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ ചീത്ത കേൾക്കേണ്ടി വരും, പഴി കേൾക്കേണ്ടി വരും. ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടിട്ട് പോകും. ചിലപ്പോൾ ആ പ്രിയപ്പെട്ടവർ നമ്മളെ കുറ്റം പറയും. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളാണ്. കാരണം ഒന്ന് നമ്മളെ കലിയുഗമാണ്, ഒന്ന് നമ്മുടെ കർമ്മഫലമാണ്. അപ്പം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം?
സമാധാനത്തോടെ ജീവിച്ച് മുന്നേറുക. അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ടെൻഷൻ അടിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകരുത്. മനസ്സിലായില്ലേ? ടെൻഷൻ അടിച്ചാൽ ലൈഫ് വേസ്റ്റ് ആയിപ്പോയി. അപ്പോൾ പിന്നീട് യുധിഷ്ഠിരൻ ചോദിക്കുന്നു ഭീഷ്മ പിതാമഹനോട്, അല്ലയോ പിതാമഹ, എന്നെ പോലെയുള്ള ഒരു രാജാവ് എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്? ഇവിടെ യുധിഷ്ഠിരൻ രാജ്യം ഭരിക്കുന്നതിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അത് നേരെ നമ്മുടെ കുടുംബജീവിതമാക്കി മാറ്റണം. മനസ്സിലായില്ല? ഒറ്റയ്ക്കുള്ള ജീവിതമാണെങ്കിലും ശരി, ഒരു കുടുംബമായിട്ടുള്ള ജീവിതമാണെങ്കിലും ശരി, എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജീവിതം നയിക്കേണ്ടത്? അതിന്റെ വേറൊരു വെർഷനാണ് ഇവിടെ യുധിഷ്ഠിരൻ ചോദിക്കുന്നത്. എങ്ങനെയാണ് പിതാമഹ ഞാൻ എൻ്റെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഏത് ഗുണം സ്വീകരിച്ചാലാണ് സംഘപാശത്തിൽ നിന്ന് മോചനം ലഭിക്കുക? ഇതാണ് ഭീഷ്മ പിതാമഹനോട് യുധിഷ്ഠിരൻ ചോദിച്ച ചോദ്യം. അതിന് ഭീഷ്മൻ പിതാമഹൻ എന്താ ചെയ്യുന്നത്? പണ്ട് സഖരനും അരിഷ്ടനേമിയും തമ്മിൽ നടന്ന ഒരു സംഭാഷണം പറഞ്ഞു കൊടുക്കാണ്. ആരാണ്? സഖരനും അരിഷ്ടനേമിയും തമ്മിൽ ഒരു സംസാരം ഉണ്ടായി. അതേക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. ബിന്ദുമ്മ അടുത്തൊന്ന് ഇവിടെ വെക്കോ? ഞമ്മോ, ഈ കൊതുവിന് എന്തൊരു ശക്തിയാടേ. അടുത്ത ഇതെടുത്ത് ഇവിടെ വെച്ച് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ വാതിൽ ഇങ്ങനെ തുറന്നിടരുത്. എത്ര പ്രാവശ്യം ഞാൻ അടച്ചുകൊണ്ടിരിക്കുകയെന്നറിയാം. ഇങ്ങോട്ട് വെക്കും. അടച്ചതി. അപ്പോ സഖരൻ ചോദിച്ചു, അല്ലയോ ബ്രാഹ്മണ, എന്ത് ചെയ്താലാണ് ശ്രേയസ്സും സുഖവും ലഭിക്കുക? നമുക്ക് വേണ്ടത് അതാണല്ലേ, നല്ല നല്ല വ്യക്തിയാണെന്നുള്ളൊരു പേര്, സമാധാനവും സുഖമുള്ള ഒരു ജീവിതം. ഇത് എന്ത് ചെയ്താലാണ് ലഭിക്കാന്ന് ചോദിച്ചു. ദുഃഖവും ദേഷ്യവും ഉണ്ടാവാത്ത ഒരു നിലയിലെത്താൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. ദുഃഖം ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും. ദുഃഖിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദേഷ്യപ്പെടും. ദേഷ്യപ്പെടുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദുഃഖിച്ചു പോകും. എന്നിട്ട് സ്വയം തലക്കടിച്ചിരുന്ന് കരയും. അപ്പൊ ഇത് രണ്ടും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം നമുക്ക്. ഇതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് സഖരൻ ചോദിക്കുകയാണ്. ആരോട് ചോദിക്കുന്നു? അരിഷ്ടനേമി എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനോട് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോ നല്ല ജ്ഞാനിയാണ് ആര്? അരിഷ്ടനേമി. അദ്ദേഹം പറയാണ്, അല്ലയോ രാജാവേ, ധാരാളം സ്വത്ത് സമ്പാദിച്ചിട്ട് ഭാര്യയും മക്കളും ധനവും ധാന്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവർക്ക് മോക്ഷം എന്താണെന്ന് അറിയില്ല. അപ്പൊ ഇതൊന്നും ഇല്ലാത്തവർക്കാണ് ഈശ്വരന്റെ അടുത്തേക്ക് അടുക്കണം, മോക്ഷം വേണം, ഇനിയൊരു ജന്മം വേണ്ട എന്ന ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷേ സുഖവും സമാധാനവും ഭാര്യയും കുട്ടികളും പേരും പ്രശസ്തിയും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ, ധനധാന്യ സമൃദ്ധിയോടുകൂടി ജീവിക്കുമ്പോൾ മോക്ഷം എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. മക്കളെ വിവാഹം കഴിപ്പിച്ച് അവരുടെ കാലിൽ നിർത്താൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മക്കളെയൊക്കെ വിട്ടിട്ട്, മരുമക്കളെയൊക്കെ വിട്ടിട്ട് മോക്ഷ കാര്യങ്ങളിൽ മനസ്സ് വെക്കണം. അതായത് അന്നത്തെ കാലഘട്ടാട്ടോ പറയണത്. ഇന്ന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, അന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുമ്പോൾ തന്നെ ഇവരെല്ലാവരും ഭക്തിമാർഗത്തിലായിരുന്നു. ഇന്ന് ഒരു 15 വയസ്സ് ഇങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ വായ നിറച്ചും തെറിയാണ്. അതാരെ പറയുന്നു എന്നുള്ളൊരു ബോധമില്ല. 2 മദ്യമാണ്, 3 ലഹരിയാണ്, 4 തന്നിഷ്ടമാണ്, 5 എല്ലാത്തിനും കാരണമായ മൊബൈലാണ്, 6 സൗഹൃദങ്ങളാണ്. മനസ്സിലാവണം? 7 ഇഷ്ടപ്പെട്ട പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീയാണ്. ഇതാണ് ഇന്നത്തെ തലമുറയുടെ കൂട്ടുകെട്ട്. പക്ഷെ അന്നത്തെ കാലത്ത് വേദപഠനമാണ്, കുടുംബജീവിതമാണ്. ഒരു കുടുംബത്തേക്ക് ഒരു പുരുഷൻ കയറി വരുമ്പോൾ അന്നത്തെ കാലത്ത് വല്യച്ഛനുണ്ട്, വല്യമ്മയുണ്ട്, എന്താ പറയുക, കാരണവന്മാരുണ്ട്, അച്ഛനുണ്ട്, ഇളയച്ഛനുണ്ട് എന്നുള്ള ഭയത്തോടു കൂടി തല കുരിച്ചിങ്ങനെ നിൽക്കും. എന്ത് ചോദിച്ചാലും വേണ്ടില്ല. സ്ത്രീകളാണെങ്കിലോ അടുക്കളപ്പുറത്തുനിന്ന് ഹാളിലേക്ക് വരില്ല. ആ ബഹുമാനം ഉണ്ടായ കാലങ്ങളിൽ കൂട്ടുകുടുംബങ്ങൾ സുഖമായി താമസിച്ചിട്ടുണ്ടായിരുന്നു. സ്വത്ത് സമ്പാദ്യം ഉണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികൾ വളരുന്നതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ അവസ്ഥ അതല്ല. ഇന്ന് അച്ഛനോട് ബഹുമാനമില്ല, അമ്മയോട് ബഹുമാനമില്ല, സഹോദരങ്ങൾ തമ്മിൽ വഴക്ക്. നമ്മൾ പോലും ചിന്തിക്കാത്ത വാക്കുകളാണ് നമ്മുടെ കുട്ടികളുടെ വായന വരുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മക്കളെയൊക്കെ സെറ്റിലാക്കിയിട്ട് വേണമെങ്കിൽ പോകാമെന്നാ പറയാം. പക്ഷെ ഇന്ന് അതിനേക്കാൾ മുന്നേ പോകണം. ഞാനുള്ള കാര്യം പറയുന്നത് എന്താ, ഇന്ന് അതിനേക്കാൾ മുമ്പേ പോകണം. കാരണം വെച്ചാല് അന്ന് ഒരു കുടുംബത്തിൽ 4 പേരോ 10 പേരോ 20 പേരോ ഉണ്ടെങ്കിൽ 20 വീട് വെക്കേണ്ട കാര്യമില്ല. ഒരു വീട് മതി എല്ലാവർക്കും കൂടെ ജീവിക്കാൻ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു കല്യാണം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അടുത്ത ഫ്ലാറ്റായി, അല്ലെങ്കിൽ അപ്പുറത്തൊരു വീടായി, പിന്നെ അതിനു വേണ്ടിയുള്ള ലോണായി, പ്രശ്നങ്ങളായി.
ബാധ്യതകളായി. അച്ഛൻ ആരാ, അമ്മ ആരാ, കുടുംബം എന്താ, അവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കണോ, വസ്ത്രം വാങ്ങി, ഇങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. ബഹുമാനമില്ല. അതാണ് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. താൻ ആരാടോ എൻ്റെ കുടുംബകാര്യത്തിൽ ഇടപെടാമെന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ തലമുറ മാറിക്കഴിഞ്ഞു. ഇതിൽ നിന്ന് നമ്മൾ ആ തലമുറയെ പുറത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് എളുപ്പമല്ല. പക്ഷേ പുറത്ത് കൊണ്ടുവന്നേ പറ്റൂ, നിർബന്ധമാണ്. ഞാനൊക്കെ എൻ്റെ സഞ്ജുവിനോട് പറ്റാത്ത കാര്യം പറ്റില്ല എന്നെ മുഖത്ത് നോക്കി തന്നെ പറയും, നടക്കൂല. 1 രൂപയുടെ കൂടെ രണ്ടാമത്തെ രൂപ ചോദിച്ചാൽ ദിവ്യമാതാജിക്ക് അറിയാം എൻ്റെ കൂടെ താമസിക്കണം. എന്തിനു വേണ്ടി ചോദിച്ചു, എന്താവശ്യം, ഒരു ബേക്കറി വാങ്ങിയിട്ടാണെങ്കിൽ അതിന്റെ ബില്ല് എനിക്ക് ഇവിടെ കിട്ടണം, നിർബന്ധമാണ്. അത്രയും നമ്മൾ കൊണ്ടുപോകണം. കാരണം വെച്ചാൽ വേറെ സ്ഥലത്ത് പഠിക്കുകയാണ്, നമ്മൾ അനാവശ്യമായിട്ട് പൈസ കൊടുക്കാൻ പറ്റില്ല, നമ്മുടെ കൺട്രോളിൽ ഉണ്ടാവണം. ഇത്ര സമയം കഴിഞ്ഞാൽ എനിക്ക് നിന്നെ ഓൺലൈനിൽ കാണാൻ പാടില്ല, നിർബന്ധമായിട്ട് കാണാൻ പാടില്ല. ഒരു സോഷ്യൽ മീഡിയയിലും നീ ആക്റ്റീവ് ആവരുത്. ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ ഇന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ട്, അത് മതി. സ്നേഹത്തിന് സ്നേഹമുണ്ട്, കരുതലിന് കരുതലുണ്ട്. നേരം വെളുത്താൽ എനിക്ക് എൻ്റെ മൊബൈലിലേക്ക് ഗുഡ് മോർണിംഗ് മമ്മി എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരണം, നിർബന്ധം. അത് വെറും ഗുഡ് മോർണിംഗ് ആണെങ്കിൽ അന്ന് അവന് കല്യാണം. എന്തുകൊണ്ട് വെറും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കാക്കയ്ക്കോ പൂച്ചയ്ക്കോ ഇട്ട് കൊടുക്കണ പോലെ ഇട്ട് കൊടുക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ നിന്റെ അമ്മയാണ്, നിനക്ക് ജന്മം നൽകിയ അമ്മയാണ്. എന്നോളം വരില്ല മറ്റൊരാളും നിന്റെ ജീവിതത്തിൽ. അതുകൊണ്ട് നീ എനിക്ക് ഗുഡ് മോർണിംഗ് മമ്മി എന്ന് പറഞ്ഞ് തന്നെ മെസ്സേജ് ഇടണം. ശരിക്കും പറഞ്ഞാൽ അമ്മയെന്ന് വിളിപ്പിക്കാനായിരുന്നു എനിക്കിഷ്ടം. ഞാനല്ല മമ്മീന്ന് വിളിപ്പിച്ചത്. അവരുടെ പപ്പയുടെ നാട് ചെന്നൈ ആയതുകൊണ്ടും അവൻ ജീവിത സാഹചര്യങ്ങളും കൊണ്ടും അങ്ങനെ വിളിച്ചു പോയതാണ്. വോട്ട് എവർ മേ ബി, എന്തായാലും തെറി വിളിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ ആശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് കിട്ടേണ്ട മെസ്സേജ് കംപ്ലീറ്റ് ആയിരിക്കണം, യാതൊരു സംശയവുമില്ല. ഉറങ്ങാൻ നേരം ഗുഡ് നൈറ്റ് മമ്മി എന്ന് പറഞ്ഞ് എനിക്ക് ആ മെസ്സേജ് ഇവിടെ കിട്ടിയിരിക്കണം, അത് നിർബന്ധം. അല്ലെങ്കിൽ നാളെ ഒരു ആവശ്യം പറഞ്ഞ് ഈ നമ്പറിലേക്ക് വിളിക്കരുത്. ഇങ്ങനെയാണ് നമ്മൾ സ്ട്രിക്റ്റ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിലേ അങ്ങനെ കൊണ്ടുവന്നിട്ടേ കാര്യമുള്ളൂ. കാരണം എൻ്റെ അച്ഛൻ എന്നോട് അങ്ങനെയായിരുന്നു. പറയാനും ചോദിക്കാനും ഉള്ളത് കൃത്യമായിട്ട് ചോദിച്ച് പറഞ്ഞിട്ടേ അച്ഛൻ കിടത്തി ഉറക്കാറുള്ളൂ. അത് ഇന്നും അങ്ങനെ തന്നെ, അന്നും അങ്ങനെ തന്നെ. ഒരു ദിവസത്തിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് എനിക്ക് വീട്ടിൽ നിന്ന് കോൾ ഉണ്ടാവും. ഇല്ലേ ഞാൻ അങ്ങോട്ട് വിളിക്കണം, എന്താണ് കാര്യങ്ങൾ, ഏതാണ്, എവിടെയാണ്, എങ്ങനെയാണ്. കാരണം ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇന്ന് ബന്ധങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നഷ്ടപ്പെടാതെ നമ്മൾ നമ്മുടെ തലമുറയെ സൂക്ഷിക്കണം. മനസ്സിലാവുന്നുണ്ട്? ഇങ്ങോട്ടേക്ക് ആധികാരികമായി സംസാരിക്കാനുള്ള ഒരു അനുവാദം നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാതിരിക്കുക. നല്ല ഔപചാരികതയോടുകൂടി വൃത്തിയുള്ള ഭാഷയിൽ നമ്മളോട് സംസാരിക്കാനുള്ള അവസ്ഥയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആധികാരികത നമുക്ക് വേണ്ട. മനസ്സിലായി? ഈ ആധികാരികതയാണ് കുട്ടികളെ വഴിതെറ്റിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ മക്കൾക്ക് നമ്മൾ കഷ്ടപ്പാടുകൾ അറിയിച്ചു കൊടുത്താലേ, കാരണം അന്നത്തെ തലമുറയ്ക്ക് കഷ്ടപ്പാടുകൾ അറിയോന്ന് ചോദിച്ചാൽ അറിയാം, അറിയില്ലേ എന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം എന്താണെന്നറിയാമോ? കൂട്ടുകുടുംബമായിരുന്നു അന്ന്. 4 ഭാഗത്തു നിന്നും നമുക്കൊരു സംരക്ഷണം, ബന്ധങ്ങൾ. ഒരു കപ്പയാണെങ്കിലും ആ കപ്പയുടെ ഒരു കുഞ്ഞു പീസെങ്കിലും നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇന്ന് അതല്ല. ഇന്നത്തെ അവസ്ഥ വേറെയാണ്. സൗകര്യങ്ങൾ കൂടുമ്പോൾ നമ്മൾ പറയുന്നതാണ് കഷ്ടപ്പാടുകൾ അറിഞ്ഞു, കഷ്ടപ്പാടുകൾ അറിഞ്ഞു എന്ന്. കഷ്ടപ്പാടുകൾ അറിഞ്ഞിട്ടില്ല നമ്മുടെ തലമുറ. സീരിയസ്ലി ഞാൻ പറയുന്നു, അവരറിഞ്ഞിട്ടില്ല. അവരെന്ത് കഷ്ടപ്പാട് അറിഞ്ഞു എന്നാ പറയുന്നത്? കിലോമീറ്ററുകളോളം നടക്കേണ്ട അവസ്ഥ നമ്മുടെ കുട്ടികൾക്ക് ഇന്നുണ്ടോ? അതില്ല. അല്ലെങ്കിൽ ഒരു ഫാൻ ഇല്ലാതെ കിടക്കേണ്ട അവസ്ഥയുണ്ടോ? അതില്ല. എന്തിനൊരു ഭക്ഷണം ഇല്ലാത്തൊരവസ്ഥയുണ്ടോ? അതില്ല. ഒരു ജോഡി വസ്ത്രം കൊണ്ടുവന്ന് അത് കഴുകിയിട്ടിട്ട് നാളെ തിരിച്ചത് ഇട്ട് കൊണ്ടുപോകേണ്ട ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. അതുണ്ടോ? അതില്ല. എപ്പോഴെങ്കിലും എന്താ പറയാ, ഒരാളെ വിളിക്കണോ സംസാരിക്കണമെങ്കിലോ മാസത്തിൽ ഒരു കത്ത് കൊണ്ട് കാത്തിരുന്ന ബന്ധങ്ങൾ നമുക്കുണ്ടായിരുന്നു. ഇന്നും ഒരു വാട്സപ്പ് മെസ്സേജിന്റെ അപ്പുറത്ത് ആളെ കിട്ടി ഇല്ലേ? രാവിലെ 7, 8, 9 മണിയൊക്കെ ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. അന്ന് അലാറം എന്ന് പറയുന്നത് ആ വീട്ടിലുള്ള നാമജപങ്ങളായിരുന്നു. ഇന്ന് ചെവിയുടെ മൂട്ടിൽ കൊണ്ടുപോയിട്ട് മൊബൈൽ വെച്ച് അലാറം അടിച്ചാലും ഇന്ന് കുട്ടികൾ എഴുന്നേൽക്കാത്ത അവസ്ഥയായി. ചിന്തിക്കണം നമ്മൾ നമ്മുടെ തലമുറ മാറിപ്പോയത്. അപ്പോ ഈ മാറ്റം നമ്മൾ കണ്ടു കഴിഞ്ഞാല് ഞാൻ പറയുന്നു, അവരെ ട്രെയിൻ ചെയ്യേണ്ടത് അവരെ തുണി അവരെ കൊണ്ട് കഴിയിപ്പിക്കുക, അവര് കഴിച്ച പാത്രം അവരെ കൊണ്ട് കഴിയിപ്പിക്കുക, വീട്ടിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് കുട്ടികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് അവർ വളരട്ടെ, അപ്പൊ പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് പോലെ മക്കളെയൊക്കെ യഥാസമയം വിവാഹം കഴിപ്പിച്ചയച്ച് അവരെ അവരെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തി അവര് നിൽക്കേണ്ട രീതിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യണം?
ഭക്തിയിലേക്ക് തിരിയാനാ പറയുന്നത്. ഇത് കുറച്ച് മുമ്പേ ഉള്ള കാലഘട്ടത്തിൽ. പക്ഷെ ഇന്ന് കാലഘട്ടം മാറി. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊപ്പം അല്ലെങ്കിൽ നമുക്കൊപ്പം തന്നെ എന്ത് ചെയ്യണം? ഓക്കെ ജാനകി മാതാജി, നമ്മൾ എന്ത് ചെയ്യണം? മക്കളെയും ഭക്തിയിൽ ട്രെയിൻ ചെയ്യിക്കണം. നിർബന്ധമായിട്ടും കുട്ടികളെ നമ്മൾ ഭക്തിയിൽ ട്രെയിൻ ചെയ്യിപ്പിച്ച് സനാതന ധർമ്മം എന്താണ് എന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അച്ഛൻ എന്താണ്, അമ്മ എന്താണ്, ഈശ്വരൻ എന്താണ്, ഗുരു എന്താണ്, നമ്മുടെ ധാർമ്മിക ബോധം എന്താണ്, നമ്മുടെ മൂല്യങ്ങൾ എന്താണ്, നമ്മുടെ സംസ്കാരം എന്താണ്, ഇത് നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാത്ത പക്ഷം നമ്മൾ ഉറപ്പായിട്ടും കരയേണ്ടി വരുവേ. ഉറപ്പായിട്ടും കരയേണ്ടി വരും. കേൾക്കാൻ പാടില്ലാത്തതെല്ലാം നമ്മൾ കേൾക്കേണ്ടി വരും. ഇന്ദ്രിയ വിഷയങ്ങളെല്ലാം നശ്വരങ്ങളാണെന്ന് അറിഞ്ഞ് അവയിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കണം. നമുക്ക് ചുറ്റുമുള്ള ഇന്ദ്രിയ വിഷയങ്ങൾ ഇതെല്ലാം നശിച്ചു പോകുന്നതാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിനെ നമ്മൾ അതിൽ നിന്ന് പിൻവലിക്കണം. എപ്പോഴും നമ്മൾ ഇല്ല 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 എന്ന് പറഞ്ഞാൽ അത് ഇല്ല എന്നുള്ള അർത്ഥം തന്നെയാണ്. ഇല്ല, അവിടെ ഇല്ല. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഈശ്വര, ഞാൻ ചിന്തിക്കൽ എന്താ അറിയോ, വാടകയ്ക്കാണെങ്കിലും ഒരു വീട് എനിക്കുണ്ട്. ഞാൻ സ്വന്തം വീടില്ല പറഞ്ഞ ആദ്യം കൂടാത്ത ഒരാളാണ്. എനിക്ക് വേണമെങ്കിൽ ലോൺ എടുത്ത് വെക്കാം. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അതല്ല. എനിക്ക് വാടകയ്ക്കാണെങ്കിലും ഒന്നുണ്ട്. അതുപോലും ഇല്ലാത്ത ആൾക്കാർ എത്രയുണ്ട്? ഞാൻ അങ്ങനെ ചിന്തിക്കാറ്. അതുപോലും ഇല്ലാത്ത എത്ര പേരുണ്ട്? അപ്പോൾ നമ്മൾക്ക് പരിമിതികൾ ഉണ്ടെങ്കിലും ഉള്ളത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാം. നമുക്ക് എന്തുണ്ട് എന്ന് ചിന്തിക്കുക. നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കല്ലേ, ഉള്ളതിനെ കുറിച്ച് ചിന്തിക്കൂ. നമുക്ക് എന്തുണ്ട് അതിന് ഈശ്വരനോട് നന്ദി പറയൂ ആദ്യം. അതിൽ നമ്മൾ സംതൃപ്തിപ്പെടൂ. ചിലപ്പോൾ പണത്തിന്റെ കുറവായിരിക്കും, അത് സാരമില്ല, അത് വരും. ആ സമയത്ത് കാര്യങ്ങൾ നടന്നില്ലെങ്കിലും കുറച്ച് മാറിയാലും കാര്യങ്ങൾ നടക്കും. ആ വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോവാ. ഈ ഭൂമിയിൽ ആരും അലമാരക്കകത്ത് ഇങ്ങനെ എന്താ പറയാ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. നമ്മളെ പോലെ സാധാരണക്കാരും കൊണ്ടുപോയി ഇങ്ങനെ 500-ന്റെ നോട്ടും 1000-ന്റെ നോട്ടും ഇങ്ങനെ കൂട്ടി അടക്കി വെച്ചിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് വീട്ടു സാധനം വാങ്ങിയും അത് ചെയ്തും ഇത് ചെയ്തും ജീവിക്കുന്ന ആൾക്കാർ കുറവാണ്. അങ്ങനെയുള്ളവരുണ്ടാവാം മേ ബി. പക്ഷേ നമ്മളെ പോലുള്ള ആൾക്കാരെന്ന് പറയുകയാണെങ്കിൽ ശമ്പളം കിട്ടിയിട്ടും അല്ലെ അവിടുന്ന് വാങ്ങിയിട്ട് ഇവിടെയും ഇവിടുന്ന് വാങ്ങിയിട്ട് അവിടെയും അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. അത്രയെങ്കിലും നമുക്ക് പറ്റുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുക. ഒരാളെ മുന്നേ പോയി ഇങ്ങനെ നിൽക്കേണ്ട അവസ്ഥ നമുക്ക് വന്നിട്ടില്ലല്ലോ, ഭഗവാൻ വെച്ചില്ലല്ലോ. എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വല്ല കല്യാണമോ വിദ്യാഭ്യാസം ഒക്കെ വരുമ്പോഴല്ലേ വല്ലയിടത്തും പോയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണേ നമുക്ക് ചോദിക്കേണ്ടി വരുന്നത്. അതർവൈസ് നമുക്ക് വേറെ ഗതികേടൊന്നും ഭഗവാൻ വെച്ചിട്ടില്ല. എന്തിനും നമുക്ക് ഈശ്വരനൊരു സൊല്യൂഷൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ആ സൊല്യൂഷനിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിനെ നന്നായിട്ട് ഈശ്വരനിൽ അർപ്പിച്ചിട്ട് സമർപ്പണ ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുക. ഇന്ദ്രിയങ്ങളെ നമ്മൾ പിൻവലിക്കുക. നമുക്ക് നമ്മളുടെ കൈകളിൽ ഒതുങ്ങുന്ന ജീവിതം മതി, അല്ലാത്ത ജീവിതം നമുക്ക് വേണ്ട എന്ന് നമ്മൾ ഉറപ്പിക്കുക. മനസ്സിലായില്ലേ? പിന്നെയോ സ്നേഹബന്ധം എന്ന് പറയുന്നത് മൃത്യുശാപമാണെന്നറിയുക. നമുക്ക് എത്രത്തോളം ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടോ ഇതൊക്കെ ഒരു മരണത്തിന് തുല്യമായ ഒരു ശാപമാണ്. കാരണം എന്താ? എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ പൈസ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ഇങ്ങനെ ജീവിച്ച് തീർക്കാണ് നമ്മൾ, അല്ലെ? ഇവരോടൊക്കെ നമുക്കൊരു കടപ്പാടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഇതേന്ന് പറഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ എന്തിനു പറ്റും? ഒന്നിനും പറ്റൂല. ആ ജീവിതം അങ്ങനെ തീർന്നു പോകും. ഒരിക്കലും നമുക്ക് അതിൽ നമ്മൾക്കും സന്തോഷം കണ്ടെത്താൻ കഴിയില്ല, അവരും പൂർണ്ണമായി സന്തോഷവാന്മാരായി മാറില്ല. മരണം വന്നൊരു ദിവസം നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും, ഇല്ലേ? ഒരു യുഗം മുഴുവൻ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിച്ചിട്ട് അവർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. നിങ്ങൾ എന്ത് കൊടുത്താലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും വാക്ക് തർക്കങ്ങളും പരാതികളും പരിഭവങ്ങളും ഈ പറയുന്ന ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. എത്ര നേരം വെളുത്ത് അന്തിയാവോളം നിങ്ങളുടെ ഭർത്താക്കന്മാരെ പരിശീലിച്ച് എന്താ പറയാ അവരെ സഹായിച്ച് അവരെങ്ങനെ ചെയ്തു കഴിഞ്ഞാലും രാത്രി അന്തി ഉറങ്ങുമ്പോൾ കണ്ണടയ്ക്കുന്നതിനേക്കാളും മുന്നേ 2 ചീത്ത അവരോട് കേട്ടിട്ടേ നമ്മൾ കിടന്നുറങ്ങും. അപ്പോൾ നമ്മൾ എന്തോരം അടുത്ത ഒരാളെ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും അവർ സാറ്റിസ്ഫൈഡ് അല്ല, നമ്മളും സാറ്റിസ്ഫൈഡ് അല്ല. ഒരു ജന്മം മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട് മക്കൾ ചോദിക്കും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന്. ഇത് കാലത്തിന്റെ പോക്കാണ്. അപ്പൊ എന്ത് ചെയ്യാ? നമ്മൾ ഇതെല്ലാം തീർന്നു വരുമ്പോ മരണം വന്ന് നമ്മളെ വിളിച്ചുകൊണ്ടും പോകും. പിന്നെ നമ്മൾ എന്തിനു ജീവിച്ചു? ആലോചിച്ച് നോക്കൂ. എന്തിനു ജീവിച്ചു? ആർക്ക് വേണ്ടി ജീവിച്ചു? ആർക്ക് വേണ്ടി നമ്മൾ ജീവിച്ചോ അവര് 100% ഹാപ്പി അല്ല എങ്കിൽ പിന്നെ ആ ജീവിച്ചതിന് എന്തർത്ഥമുണ്ട്? ആലോചിച്ച് നോക്കിക്കേ.
അപ്പോ അവനെ രക്ഷിക്കാൻ ബന്ധുജനങ്ങൾക്കൊന്നും പറ്റില്ല, അല്ലെ? ഒരാള് മരണം അവനെ കൊണ്ടുപോകാൻ വന്നാൽ ഈ ഭൂമിയിലുള്ള ഒന്നിനും ആ വ്യക്തിയെ രക്ഷിക്കാൻ കഴിയില്ല. മരിക്കും, ഉറപ്പായിട്ടും മരിക്കും. അത് ഞാനായാലും ശരി, നിങ്ങളായാലും ശരി, ആരായാലും ശരി, മരിക്കും, ഒരു സംശയവുമില്ല. എൻ്റെ എന്ന മമതാബോധത്തോടു കൂടി രക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൃത്യു വന്ന് അവരെ കൊണ്ടുപോവുകയാണെങ്കിൽ അവരെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കുമോ? ഞാൻ പറയാണ്, ഇത് എന്റേതാണ്, ഇതെന്റെ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഈ എൻ്റെ എന്ന് പറഞ്ഞവരെയും എന്നെയും ഒക്കെ മരണം കൊണ്ടുപോകും. എനിക്കും രക്ഷിക്കാൻ പറ്റില്ല, എൻ്റെ കൂടെയുള്ളവർക്കും എന്നെ രക്ഷിക്കാൻ പറ്റൂല, അല്ലെ എനിക്ക് അവരെയും രക്ഷിക്കാൻ പറ്റൂല. അപ്പൊ മരണം എന്ന് പറയുന്നത് രംഗബോധമില്ലാത്തൊരു കോമാളിയാണ്. അത് എപ്പോ വേണമെങ്കിലും കയറി വരും. അതേ സമയത്ത് നല്ല ബോധമുള്ള കോമാളിയാണ്. ഇതാണ് മരണത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ എന്തായാലും മരണം ഒരു ദിവസം കൊണ്ടുപോകും. ആ ചെറിയ ജീവിതത്തിനിടയിൽ വഴക്കും വക്കാണോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാണ്ട് സന്തോഷമായിട്ട്, സമാധാനമായിട്ട്, ഐശ്വര്യമായിട്ട് ജീവിക്കാൻ പറ്റുമോ അതിനേക്കാൾ വലിയൊരു സന്തോഷം വേറെ ഇല്ല. ഈ തത്വം ആലോചിച്ച് എല്ലാം കർമ്മം അനുസരിച്ചാണ് നടക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ജന്മം ചെയ്തു പോയ കർമ്മത്തിന്റെ ഫലമാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾക്കുള്ളിലുള്ള ആസക്തി വെടിയുക. ഈ ആസക്തി എല്ലാം എടുത്ത് പുറത്ത് കളഞ്ഞ് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ടെന്നേ, ഉള്ളത് മതി എന്ന മനോഭാവത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈശ്വരീയ ചിന്തയോടുകൂടി ജീവിക്കുക. ലോകത്തിൽ ആർക്കും ആരെയും രക്ഷിക്കാൻ കഴിയില്ല, ശരിയല്ലേ? നമ്മൾ വിചാരിക്കും എന്നെ ഇന്ന ആള് രക്ഷിക്കും, ഒരിക്കലുമില്ല. നിസാരമായ എന്തെങ്കിലും സഹായങ്ങൾക്ക് അവർക്ക് നമ്മളെ സഹായിക്കാനേ പറ്റൂ, നമ്മളെ രക്ഷിക്കാൻ കഴിയൂല. അപ്പൊ പിന്നെ എന്തിനാണ് എൻ്റെ എന്ന് പറഞ്ഞ് ആസക്തിയോടുകൂടി പിടിച്ചിങ്ങനെ ജീവിതം പാഴാക്കുന്നത്? പിന്നെ എൻ്റെ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ എന്താണ് കാര്യമുള്ളത്? ഈ ലോകത്തിൽ ആർക്കും ബന്ധപ്പെടാനാവില്ല, മനസ്സിലായി? ഈ ലോകത്തില് ആരും ബന്ധപ്പെട്ടവരല്ല. ഒരമ്മയുടെ വയറ്റിൽ ജനിച്ച് വളർന്ന് ഒരു പാത്രത്തിലുണ്ട്, ഒരു പായയിൽ കിടന്നുറങ്ങിയിട്ട് 3 ആൺകുട്ടികൾ കിടന്നുറങ്ങിയിട്ട് 3 വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ 3 സ്ഥലങ്ങളിലേക്ക് പിന്മാറിപ്പോണം. പിന്നെ ഈ അച്ഛനും അമ്മയും ഇവിടെ നിൽക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട്. കാലങ്ങൾ അത്രയും എൻ്റെ മക്കൾ എന്ന് പറഞ്ഞിരുന്ന അച്ഛനും അമ്മയാണ്. പിന്നെ ആ വീടും സ്ഥലവും പറമ്പും ഒന്ന് മറ്റേ വിൽപ്പനയ്ക്ക് വെക്കുമ്പോഴോ ഭാഗം വെക്കുമ്പോഴോ മക്കൾക്ക് അമ്മേ അച്ഛ അപ്പൊ അതുവരെ ഇല്ലാത്ത സ്നേഹം മരുമക്കൾക്കും ഉണ്ടാവും. എന്നാൽ ഇവരെ വീട്ടിൽ പോയി അപ്പൂപ്പനും അമ്മൂമ്മയും നിന്നാലോ അവിടെ തുപ്പിയിട്ടു, ഇവിടെ തുപ്പിയിട്ടു, ഒച്ചത്തിൽ സംസാരിച്ചു, ബാത്റൂമിൽ പോയിട്ട് വെള്ളം ഒഴിച്ചില്ല, TV-യിൽ വാർത്ത വെച്ചു, പിള്ളേർക്ക് സൗണ്ട്, ഇത് 1008 പ്രശ്നങ്ങളായിരിക്കും. മൊബൈൽ ഫോണിൽ കോൾ ചെയ്തപ്പോൾ നോക്കിക്കൊണ്ടിരുന്ന് എന്താ മരുന്നിന്റെ ചെലവ്, ആ കറി വെച്ചാൽ ഇഷ്ടമില്ല, ഈ കറി വെച്ചാൽ ഇഷ്ടമില്ല, പണിയെടുക്കില്ല, കിടന്ന കിടപ്പിൽ കിടക്കും. എന്തൊക്കെ പരാതികളാണ്! ഒരായുസ് മുഴുവൻ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. എന്തെങ്കിലും ഒരു ബോധം നമ്മുടെ തലയിൽ ഉണ്ടാവാൻ, എവിടെങ്കിലും ഒരു ബോധം. ആ ചുക്കി ചുളിഞ്ഞ അതേ ശരീരം പോലെ നാളെ നമ്മുടെ തൊലിയൊക്കെ ചുളിയില്ലേ? ഈ കാണുന്ന മേനിയൊന്നും നാളെ ഉണ്ടാവില്ല. ഓരോ നിമിഷവും ചുളിഞ്ഞോണ്ടിരിക്കുക, നമ്മൾ കാണുന്നില്ല. മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവും. അതാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ആ ജീവിതത്തിൽ ആരും മത്സരിക്കണ്ട, ഒരാളും മത്സരിക്കണ്ട. ബുദ്ധി വെടിഞ്ഞിട്ട് ഈശ്വരന്റെ തൃപാദങ്ങൾ അങ്ങോട്ട് അഭയം പ്രാപിക്കുക. അത് മാത്രമേ അതിനൊരു സൊല്യൂഷൻ ഉള്ളൂ. ഓരോരുത്തരുടെയും അവരവരുടെ കർമ്മഫലം അനുഭവിക്കാനായിട്ടാണ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. ഞാനും നിങ്ങളൊന്നും ദൈവങ്ങളല്ല, മനസ്സിലായില്ലേ? സത്യം, ഇതിനൊന്നും നമുക്കൊരിട വരുത്തരുത് കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, ഹിമാലയത്തിലേക്കുള്ള വഴി കാണിച്ചു തരണേ. അപ്പോ എന്താ പറയേണ്ടത്? ഞാനും നിങ്ങളും ഒന്നും ദൈവങ്ങളല്ല. നമ്മളെല്ലാരും തുല്യരായിരിക്കുന്ന വെറും സാധാരണമായിരിക്കുന്ന പച്ച സാധാ മനുഷ്യരാ നമ്മളെല്ലാവരും, മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമ്മളെല്ലാവരും എന്ത് ചെയ്യുക? കർമ്മഫലം അനുഭവിക്കാനാണ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. ആ കർമ്മഫലങ്ങളൊക്കെ അനുഭവിച്ച് ഭഗവാനോട് മാപ്പ് പറഞ്ഞ് ഇനി തിരിച്ചു വന്നിട്ട് വീണ്ടും അനുഭവിക്കാൻ പുതിയ പാരകളൊന്നും ഉണ്ടാക്കാതെ സ്വസ്ഥമായിട്ട് ജീവിച്ചു പോവുക. അത് മാത്രമേ നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുള്ളൂ, സൊല്യൂഷനുള്ളൂ. ഇവിടെ പറയുന്നു, സുഖദുഃഖ സമയസ്യ ലാഭാലാഭൗ ജയാജയൗ ഇച്ഛാദേശോ ഭയോഭോഗൗ സർവദാ മുക്ത ഏവഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് സ്വന്തം മോക്ഷം കാര്യത്തിൽ പ്രവർത്തിക്കുക. സ്ഥലം മേടിക്കാനും ഭൂമി മേടിക്കാനും കൊട്ടാരം പണിയാനും നിൽക്കാതെ മോക്ഷത്തിനുള്ള വഴി നോക്കുക. ഈ കൊട്ടാരമൊക്കെ കഷ്ടപ്പെട്ട് പണിത് വീട്ടു താമസം കഴിഞ്ഞ് 5ന്റെ അന്ന് ചത്തുപോകും നമ്മള്.
മനസ്സിലായില്ല? അല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞാൽ ചത്തുപോകും. പിന്നെയോ തിരിച്ച് ആ വീട്ടിൽ തന്നെ ഒന്നും ജനിച്ച് വളരുമൊന്നുമില്ല. പിന്നെ ഇനി ഏതെങ്കിലും ദുരിതപ്പെട്ട വീട്ടിലായിരിക്കും വീണ്ടും ജനിക്കുന്നത്, കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ. എന്നിട്ട് അവിടെ വീണ്ടും കഷ്ടപ്പെട്ട ജീവിക്കും. എന്നിട്ട് അവിടെ വീണ്ടും ഒരു വീട് പണിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും മരിച്ചു പോകും. എന്തിനാ ഈ ജന്മം മുഴുവൻ നമ്മളിങ്ങനെ ഗതികെടുന്നത്? ആദ്യമേ മോക്ഷത്തിനുള്ള വഴി നോക്കുക. മോക്ഷത്തിന് എന്താ മാർഗം, ഇത് മാത്രം ആലോചിക്കുക. അല്ലാതെ മോക്ഷമാർഗം ആലോചിക്കുമ്പോൾ ഈശ്വരനോട് അടുക്കും. ഈശ്വരനോട് അടുക്കുമ്പോൾ സർവ്വ ദുഃഖങ്ങളും ജീവിതത്തിൽ നിന്ന് മാറും. മനസ്സിലാവുന്നുണ്ടോ? ലാഭലാഭങ്ങളിലും ജയാപജയങ്ങളിലും സുഖദുഃഖങ്ങളിലും സമബുദ്ധിയോടുകൂടി ജീവിക്കാനാണ് മഹാഭാരതത്തിൽ പറയുന്നത്. ലാഭം ഉണ്ടാവുമ്പോഴും ദുഃഖം ഉണ്ടാവുമ്പോഴും സന്തോഷം ഉണ്ടാവുമ്പോഴും നേട്ടം ഉണ്ടാവുമ്പോഴൊക്കെ സമബുദ്ധിയോടുകൂടി ഒരേ മനസ്തുതിയോടുകൂടി ജീവിക്കുക. എന്ത് വന്നാലും അതിൽ നിന്ന് മനസ്സിന് ഇളക്കം തട്ടരുത്. 1008 പ്രശ്നങ്ങൾ തലയ്ക്ക് മേലെ വരും, തളരരുത്. നമ്മൾ പ്രശ്നങ്ങളാണ് എന്ന് കാണുമ്പോഴേ പ്രശ്നങ്ങളാവുന്നുള്ളൂ. നമ്മൾ വിചാരിക്കണം അതിപ്പോ എന്ത്, അപ്പൊ സ്വാഭാവികം വരുന്നൊരു കാര്യം, നമുക്കത് സോൾവ് ചെയ്യണം എന്ന മനോഭാവത്തിൽ നിന്നാൽ ആ പ്രശ്നം പോലും നാണിച്ചു പോകും. പ്രശ്നത്തിന് തോന്നും ഞാൻ ഇങ്ങനെ പോയി നിന്നിട്ട് കാര്യമില്ല, എനിക്ക് ഒരു വിലയും തരുന്നില്ല, അപ്പൊ ഞാനൊന്ന് ഒതുങ്ങാം എന്ന് പ്രശ്നങ്ങൾക്ക് തന്നെ തോന്നും. അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണത്. മനസ്സിലാവുന്നുണ്ട്? ഒരു യൂണിവേഴ്സൽ ട്രൂത്താണത്. അയ്യോ നാളെന്തെയും നാളെന്തെയും നാളെന്തെയും, എന്തിനെ നാളെ വരുമോന്നെന്താ ഉറപ്പ്? നാളെ വന്നാ വന്നില്ലെങ്കിൽ ഇല്ല, വരുമ്പോ വരട്ടെന്നേ, ഇല്ലെങ്കിൽ വേണ്ട. ആ മനോഭാവത്തിൽ അങ്ങ് കൂളായിട്ട് വിടുക. എല്ലാം സമമായി കണ്ടുകൊണ്ട് ജീവിക്കുക. സുഖമായാലും ശരി ദുഃഖമായാലും ശരി എന്തായാലും ശരി സമമായിട്ട് കാണാം. ഒന്നും ദുഃഖം വരുമ്പോ അയ്യോ പത്തോന്നും പറയണ്ട, സുഖം വരുമ്പോ ഹഹഹാന്നും പറയണ്ട. ഒരു കോയിൻ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന പോലെയാണ്. ഇന്ന് സുഖം നാളെ ദുഃഖം, നാളെ ദുഃഖം മറ്റന്നാൾ സുഖം, അത് കഴിഞ്ഞാൽ സുഖം, അത് കഴിഞ്ഞാൽ ദുഃഖം. ഇത് രണ്ടും മാറി 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 വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? എന്ത് വന്നാലും ഹാപ്പി, എനിക്കൊരു പരാതിയില്ല, ഒരു പ്രശ്നവുമില്ല, ഹാപ്പി. ആ മനോഭാവത്തോടു കൂടി നമ്മൾ ജീവിച്ചു പോവുക. ലോകത്തിന്റെ കാലഗതിയെ പറ്റി ചിന്തിക്കുന്നവന് അതിൽ വിഷമം ഉണ്ടാവില്ല, അല്ലെ? ലോകത്തിന്റെ ഗതിയെ പറ്റി ചിന്തിക്കുന്നവന് അതിൽ വിഷമമില്ല. കാരണം ലോകത്തിന്റെ ഗതി ഇതാണ്. അതിങ്ങനെ രാത്രിയും പകലും ആയിക്കൊണ്ടേയിരിക്കും. ഋതുഭേദങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും, ജന്മങ്ങളെല്ലാം മാറിക്കൊണ്ടേയിരിക്കും, അവസ്ഥകൾ മാറിക്കൊണ്ടേയിരിക്കും. ഇതിനെ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു കാര്യമില്ല. കാലചക്രത്തെ സ്വന്തമായിട്ട് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഇന്നിപ്പോ എന്റെ പണിയൊന്നും തീർന്നിട്ടില്ല, 8 മണി അവിടെ നിൽക്കും, 9ലേക്ക് പോണ്ട എന്ന് പറയാൻ ആർക്കും സാധിക്കില്ല. അത് 9ലേക്ക് തന്നെ പോകും. മനസ്സിലായില്ലേ? ഞാൻ വളരെ ടയർഡാണ്, അപ്പൊ ഇനി 5 മണി വരെ ആയാൽ മതി, 6 മണിയൊന്നും ആവണ്ട, ഞാൻ പറഞ്ഞു എന്റെ ഉറക്കം കഴിഞ്ഞിട്ട് 6 മണിയിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഒരിക്കലും അല്ല. അപ്പൊ നമ്മൾക്ക് സാധിക്കാത്ത കുറെ കാര്യങ്ങളുണ്ട്, നമ്മൾ അതിനനുസരിച്ച് മാറുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വന്തം ശരീരത്തെ പറ്റി ആലോചിച്ചാലും അവന് വിരക്തി വരുന്നതാണ്. ഈ ശരീരം എവിടുന്ന് വന്നതാ? അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണെന്ന് നമ്മൾ പറയുന്നുണ്ട്, സമ്മതിച്ചു. ഈ ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പോൾ നമ്മൾ നമ്മുടെ ഡ്രസ്സോ തുണിയോ പേരോ എന്തെങ്കിലും സ്വന്തം ഐഡന്റിറ്റി പോലും ഇല്ലാണ്ടാണ് വന്നത്. അതിനുശേഷം ഈ ഭൂമിയിൽ വന്നിട്ട് കിട്ടിയതാണ് ഇതെല്ലാം നമുക്ക്. അപ്പോൾ ഇതെല്ലാം ഇവിടെ വെച്ചിട്ട് നമ്മൾ എങ്ങോട്ട് പോകും? അതേപോലെ നമ്മൾ ചെടിയിലേക്ക് പോകും, തീയിലേക്ക് പോയി പോകും. മനസ്സിലായില്ലേ? മരണത്തിലേക്ക് തന്നെ നമ്മൾ പോയി പോകും. പിന്നെ ഈ ശരീരത്തെക്കുറിച്ച് എന്തിനു കിടന്നിട്ട് ഇത്രയും കിടന്ന് ബഹളം കൂട്ടുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. ഞാൻ അന്നും ഇന്നും എന്നും നിങ്ങൾക്ക് തരുന്ന ഒരു ലെസണാണ്, ആരോഗ്യത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. ആരോഗ്യമുണ്ടോ ഒരാൾക്കും ബാധ്യത ആവേണ്ട ആവശ്യമില്ല. അതിന് ഏറ്റവും നല്ലത് സമയത്തിന് ഉറങ്ങുക, സമയത്തിന് എഴുന്നേൽക്കുക, വെള്ളം കുടിക്കുക, വ്യായാമം ചെയ്യുക, നല്ലത് ചിന്തിക്കുക, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, വായിക്കുക, തിങ്ക് പോസിറ്റീവ് ഓൾവേസ്. ആരോഗ്യമുണ്ടോ സൂപ്പറായിരിക്കും. ആരോഗ്യമില്ലേ എല്ലാം വേസ്റ്റാ. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല. ഒരു കടയിലൊന്ന് പോണം, എടാ മക്കളെ നടക്കാൻ വയ്യടാ, ഒന്ന് കടയിൽ പോയിട്ട് ഒന്നും ഉണ്ടായിരുന്നേ മുത്തശ്ശി, ഇപ്പം നോക്കിയാലും കടയിൽ പോണം. എന്തെന്നാ വേണ്ടേ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോകും, അപ്പം മേടിച്ചുകൊണ്ട് തരാം. മക്കളെ ഒന്ന് അവിടെ കൊണ്ടാവാൻ ഡീലർക്ക്, എനിക്കിപ്പോൾ വണ്ടിയൊന്നും എടുക്കാൻ പറ്റില്ല. ഇതല്ലേ പേരക്കുട്ടികളോട് കേൾക്കണത്? ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മക്കളെ വീട്ടിലിരുന്നോളൂ, അല്ലെ TV കണ്ടോളൂ, ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം, ഒന്ന് അമ്പലം വരെ ഞാൻ പോയിട്ട് വരാം എന്ന് പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? എന്തേ അവന്തി கொஞ்சம் வாமா, கேஸ் ஆயிடுச்சுன்னு சொல்றேன் பாரு. ஓ நாராயணா,
இருக்காப்பா? கீழே அவங்க ஆஃப் பண்ணியிருக்கான் பாருப்பா. முடிஞ்சிருச்சு, அவ்வளோதானே? கேஸ் ஆயிடுச்சா? பெஸ்ட். ഒരു മിനിറ്റ് കേട്ടോ, ഒറ്റ മിനിറ്റ്. നാളെ സൺഡേ വരെ ഒരൊറ്റ മിനിറ്റ് കേട്ടോ, ഒറ്റ സെക്കൻഡ്. ഹലോ അണ്ണാ, എനിക്ക് അർജൻറ്റാ ഗ്യാസ് വേണം അണ്ണா. ആയിடுச்சு അണ്ണா. അയ്യോ, കാലയിൽ 7 മണിക്ക് എനിക്ക് ഷൂട്ട് കിളമ്പണം. 7 മണിക്കില്ല, 5:30 കിളമ്പണം അണ്ണா. എന്നണ്ണാ? ഇല്ല, എനിക്ക് 5:30ക്ക് ഷൂട്ടുക്ക് കിളമ്പണം അണ്ണா. 5:30 മണിക്ക് കിളമ്പണം. 5:30க்கெல்லாம் ஷூட்டுக்கு கிளம்பணும். 5 மணிக்கு கொண்டு வரீங்களா? ஷார்ப்பாக ஒரு 5 o'clock கொண்டு வந்துடுங்கண்ணா. 5:30க்கெல்லாம் நான் கிளம்புவேன். சரி, ஓகே. அவந்தி, அவந்தி, கீழே போய் அந்த ഇൻഡക്ഷൻ കുക്കർ കൊഞ്ചം എടുത്തിട്ട് വാടാ. ഓരോരോ വിഷയങ്ങൾ. പോട്ടെ, അത് പോയി, അത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ശരീരം പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോകേണ്ടതാണ് എന്ന ഒരു ഉത്തമമായിരിക്കുന്ന ബോധം നമുക്ക് ഉണ്ടാവണം. മനസ്സിലായില്ലേ? മലമൂത്ര ഭാണ്ഡമായിരിക്കുന്ന ആ ദേഹത്തിൽ അഭികാമ്യമായിട്ട് ഒന്നുമില്ല. ഗ്യാസ് തീർന്നു. ഒരു ഒറ്റ സെക്കൻഡ്, ബുദ്ധിമുട്ടിപ്പിക്കാന്ന് ചിന്തിക്കല്ലേ. ബിന്ദമ്മ, ഒരു മിനിറ്റ് വന്ന്. ഇപ്പൊ എന്താ ഉണ്ടാക്കാൻ നോക്കിയേ? അത് പൊടി കഴിച്ചോ? ഒരു കാര്യം ചെയ്യ്, അമ്മൂന്റെ അവിടെയും ഗ്യാസ് വന്നിട്ടില്ല. മഹേശ്വരി ചേച്ചിന്റെ അടുക്കളയിൽ പോയി ഉണ്ടാക്കിക്കോ. കുക്കറിന്റെ അകത്ത് വെച്ചിട്ട് ചേച്ചീനൊന്ന് വിളിച്ചിട്ട് വന്നാൽ മതി. മഹേശ്വരി ചേച്ചി, ഞാൻ പറയാം. അമ്മൂനും ഗ്യാസ് ഇല്ല. 4 ദിവസമായിട്ട് അമ്മൂനും ഗ്യാസ് ഇല്ല. അമ്മു അവിടെയും ഇവിടെ ഓടിയായിരുന്നു ഓരോന്ന് കുക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മലമൂത്ര ഭാണ്ഡമായിരിക്കുന്ന ഈ ദേഹത്തിൽ അഭികാമ്യമായിട്ട് ഒന്നുമില്ല. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു വേസ്റ്റ് ഡസ്റ്റ്ബിനാണ്, അല്ലേ? നമ്മൾ ഈ പുറമെ എത്ര മേക്കപ്പ് ഇട്ടാലും എത്ര നല്ല വസ്ത്രം ധരിച്ചാലും ഉള്ളിൽ നമ്മൾക്ക് എപ്പോഴും വേസ്റ്റാണ്. അപ്പോൾ ആ വേസ്റ്റിനെയും താങ്ങിക്കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ഈ ഭാണ്ഡമായിരിക്കുന്ന ശരീരത്തിൽ ഒന്നും തന്നെയില്ല. ഈ ശരീരത്തിനുള്ള ബന്ധങ്ങളേ ഉള്ളൂ. അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, ഇവരോടൊക്കെ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്, കടമകളുണ്ട്. ഈ കടമകളെല്ലാം നമ്മൾ ചെയ്തു തീർക്കുക. അല്ലാതെ അയ്യോ എൻ്റെ മക്കൾ നാളെ എന്നെ നോക്കും, എൻ്റെ മക്കൾ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ഏട്ടൻ, എൻ്റെ ചേച്ചി, എൻ്റെ അനിയത്തി, ഈ ഒരു ആസക്തി നമുക്ക് വേണ്ട. ഈ ആസക്തി കൊണ്ടൊന്നും നേടാനില്ല. അനാസക്തനായി ജീവിച്ചാൽ എപ്പോഴും പരമാനന്ദം അനുഭവിക്കാം, അല്ലേ? നമ്മളെ ചിലപ്പോൾ ആരും നോക്കിയില്ല എന്ന് വരും, ആരും സ്നേഹിച്ചില്ല എന്ന് വരും. നമ്മൾ ചെയ്തു കൊടുത്തത് പോലും ചിലപ്പോൾ ആളുകൾ മറന്നു പോയെന്നിരിക്കാം. ഒരു കാലത്ത് നമ്മുടെ സഹോദരങ്ങൾ കഷ്ടപ്പെടും, നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതൊക്കെ നാളെ പോവും. അതൊന്നും നമ്മൾ കൂടുതൽ ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാത്തിൽ നിന്നും ഒരു അനാസക്തി നമുക്ക് അത്യാവശ്യമാണ്. ஓ, அந்த சீன் டெலிகாஸ்ட் ஆயிடுச்சா? சூப்பர். இப்ப 2 சீன் மத்த. ஒன்னு ஹாஸ்பிடல்ல செக் பண்ற மாதிரியா, ஆமா. இன்னொரு அவளை படுக்க போட்டுட்டு அப்ப போய் மாஸ்க். நான் ஏன் சீரியல் பார்த்ததே இல்லப்பா. அதான் மாறி சொன்னேன். ஆனா ஒரு 2 சீன் தான். ஆமா, நிறைய சீன் வரும். இந்த படம் தான். இந்த എന്റെ സീരിയൽ കണ്ടിട്ട് ചേച്ചിയുടെ സന്തോഷം. ബ്ലൂ ആ ഹോസ്പിറ്റൽ സീനാ கோட்டு போட்டுருந்துச்சு. ஆனா ஃபர்ஸ்ட் ஃபுல் மூஞ்சி தெரிஞ்சிச்சு. ஆனா கொண்டை, ஆமா, கொண்டதான் கட்டணும். ஆனா எங்க பையனை கூப்பிட்டு டேடி சீக்கிரம் அப்படின்னு. என்னம்மா சீக்கிரம் வருது, டாக்டர் வருது, யாருன்னு பாரு. மாஸ்க் போட்டுருந்துச்சு. அம்மா இந்த ஆண்டிமா. நான் பார்த்ததே இல்லை, யூடியூப்ல பார்க்குறேன். அக்கா எனக்கு இன்னைக்கு ஒரு ஹெல்ப். கேஸ் ஆயிடுச்சு. கேஸ் இருக்கா? எங்களுக்கு இந்த இது வைக்கணும் அடுப்புல. என்ன வைக்கணும்? எனக்கு புட்டு செய்யணும். எக்ஸ்ட்ரா சிலிண்டர் வச்சிருக்கா? சிலிண்டர் இருக்குது, ஆனா அது உங்களுக்கு செட் ஆகுமா? எந்த கம்பெனி? எங்களுக்கு பாரத். ஐயோ, எனக்கு இந்தியன். அம்மு சீரியல் வந்துச்சு, டாக்டர் சீரியல் டெலிகாஸ்ட் ஆயிடுச்சு. டவுன்லோட் பண்ணி பார்த்துருங்க. நீ என்ன பண்ணா அந்த குக்கரை புட்டு எடுத்துட்டு மகேஷ் அக்கா கிச்சன்ல போய். எனக்கு செய்ய தெரியாது. இல்ல, அவங்க செய்வாங்க. சரி வாங்க.
കൂട്ടിയിട്ട് എടുത്തിട്ട് പോയിട്ട് വാങ്ങിட்டு വേണം செஞ்சுட்டு வேണം. நைட்டு யாருக்குமே ஃபுட் இல்லை. அம்மு இப்போ வரும் ஃபுட் இல்லை, அவங்களுக்கு ஃபுட் இல்லை, இங்கே தானே சமைச்சேன், அதுக்கும் கேஸ் இல்லைல்ல. கொஞ்சம் ஹெல்ப் பண்ணு அவந்திமா, போயிட்டு எடுத்துட்டு வைப்போங்க. தேங்காய் புட்டு குக்கர் எல்லாம் ஆயிட்டு அப்புறம் அடுக்கல அது அந்த அம்மா பண்ணுவாங்க, அவங்களுக்கு தெரியும். ஐயோ നാരായണം, ഇതാണ് അവസ്ഥ. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞത്, സീ തമിഴ് അത് പുട്ട് ചെയ്യരുതൊക്കെ, സീ തമിഴില് അത് വേറൊരു സംഭവം എന്താ ചെറിയ, നമ്മളെപ്പോഴും ഇല്ലേ, ഞാൻ ഇത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു തെറ്റിദ്ധരിക്കലേ, നമ്മൾ അയൽവക്കക്കാരോട് എപ്പോഴും സ്നേഹത്തോടെ ഇരിക്കുക. ഞങ്ങൾ ഇവിടെ ഒരു ഫാമിലി പോലെയാണ്. ഇപ്പോൾ താഴെ അമ്മൂന് ഗ്യാസ് ഇല്ലാണ്ട് അമ്മു ഇവിടുന്ന ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഗ്യാസ് തീർന്നുകൊണ്ട് ഞങ്ങൾ നേരെ അപ്പുറത്തെ ഫ്ലാറ്റിലേക്ക് പോയി. അപ്പോൾ ഒരു മനസ്സിൻ്റെ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, ഒരു കണക്ഷൻസ് അത് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും പ്ലസൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ആരോടും വിരോധം വെക്കരുത്, ആരോടും വൈരാഗ്യബുദ്ധി വെക്കരുത്. ഓക്കെ. പിന്നെയെന്ന് പറയുമ്പം നമ്മുടെ ശരീരം, ആ ശരീരം ഞാൻ പറഞ്ഞല്ലോ ഒരു വേസ്റ്റ് ഭാണ്ഡമാണ്. ആ ഭാണ്ഡക്കെട്ടിൽ പോലും നമ്മൾ എന്ത് ചെയ്യരുത്, ഞാനെന്ന ഭാവം വെക്കരുത്, അഹങ്കാരം വെക്കരുത്. എല്ലാം നമ്മൾ ഒരു എപ്പോഴും പ്ലസൻ്റ് ആയിട്ടിരിക്കുക. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ്. ഇങ്ങനെ ദുഃഖിച്ച് വിഷമിച്ച് ഒയ്യൂന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പ്ലസൻ്റ് ആയിട്ട് ഹാപ്പി ആയിട്ട്, പ്രശ്നങ്ങളുണ്ട് നമുക്കത് സോൾവ് ചെയ്യാം. നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവല്ലേ, ഒരിക്കലും ഫ്രസ്ട്രേറ്റഡ് ആവരുത്. ഇപ്പം നോക്കൂ, ഇനി നമ്മുടെ ക്ലാസ് കഴിയണമെങ്കിൽ ഒരു 10:30 മണിയാവും. തൊട്ടപ്പുറത്തുനിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്ന് ഞാൻ ഭഗവാന് കൊടുത്ത് നമ്മളും കഴിച്ച് ഞാൻ നാളത്തേക്ക് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരില്ല. സീ നോക്കൂ, നാളത്തെ ഷൂട്ടിനുള്ള ഡ്രസ്സാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നതല്ല. ഇതെല്ലാം ഞാൻ അയൺ ചെയ്ത് നാളെ രാവിലെ 5:30 മണിക്ക് ഷൂട്ടിന് പോകും. അത് രാത്രി ഒരു 1 മണി 1:30 മണി വരെ ഞാൻ മെസ്സേജ് നോക്കിയിരിക്കും. മനസ്സിലായില്ലേ? ഇന്ന് രാത്രി മെസ്സേജ് നോക്കിയിരിക്കും. മെസ്സേജ് നോക്കിയിരുന്നിട്ട് നാളെ ഒരു 3 മണിയാകുമ്പോൾ വെളുപ്പിനെ എണീച്ച് ഭഗവാന് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 5 മണി 5:30 മണിയാകുമ്പോഴേക്കും ഞാൻ ഷൂട്ടിന് പോയാൽ ചിലപ്പോൾ നാളെ രാത്രി 8:30 9 മണി 10 മണിക്കൊക്കെ ആയിരിക്കും തിരിച്ചു എത്തുന്നത്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു ലോകം, ആൾക്കാർ, അത് ഇതിൻ്റെ ഇടയ്ക്ക് മഞ്ജരീസിൻ്റെ കോൾസ് അറ്റൻഡ് ചെയ്യുന്നു, ഷൂട്ട് ചെയ്യുന്നു, അതിൻ്റെ വീട്ടിൽ ഗ്യാസ് എത്തിയോ നോക്കുന്നു, അങ്ങനെ നമ്മൾ ഒരു ലൈഫിൽ നമ്മളങ്ങനെ പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ ഒരു അവസരം കൊടുക്കരുത്. ഓവർ കോൺഷ്യസ് ആവാനുള്ള അവസരം കൊടുക്കരുത്. പുട്ടും കടലല്ല, പുട്ടും പഴവും. കിച്ചുവിന് കുറച്ച് പഴം ഉണ്ടായിരുന്നു, അപ്പോൾ പഴം കളയാൻ പാടില്ലല്ലോ, പിന്നെ വെണ്ണയും കളയാൻ പാടില്ല. അതുകൊണ്ട് ബട്ടറും ബ്രെഡുമാണ് ഇവിടുത്തെ രാവിലത്തെ ഫുഡ്. അപ്പോൾ എന്നും അതാണ് കേട്ടോ, ബ്രെഡും ബട്ടറുമാണ്. കാരണം ഭഗവാന്റെ വെണ്ണ കളയാൻ പാടില്ല. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകാം. ഞാൻ എപ്പോഴും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, ഓവർ ചിന്തകൾ വേണ്ട ജീവിതത്തിൽ. ചിന്തകളെ എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ട് നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടക്കേണ്ട പോലെ നടക്കുമെന്നേ നമ്മൾ അനാവശ്യമായിട്ട് ചിന്തിച്ച് കൂട്ടരുത്. ജീവിതത്തിൽ എപ്പോഴും പരമാനന്ദം അനുഭവിക്കുക. മനസ്സിലായില്ലേ? എപ്പോഴും പ്ലസൻഫുൾ ആയിരിക്കുക, പരമാനന്ദം അനുഭവിക്കാം. കോൾ എടുത്തില്ല മാതാജി, പണിയും കഴിഞ്ഞ് ഇപ്പോഴാണ് കയറി വന്നത്. ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് ഒന്നും ഹാരം അണിഞ്ഞിട്ടില്ല, ഹാരം ഇരിക്കുന്നു. രാവിലെ പോയിട്ട് ഇപ്പോഴാണ് കയറി വന്നത്. മനസ്സിലായില്ലേ? ഇനി ക്ലാസ്സും കഴിഞ്ഞിട്ട് ഇത്രയും ഡ്രസ്സും അയൺ ചെയ്തിട്ട് കുറച്ച് മെസ്സേജും നോക്കി പൂജയും ചെയ്ത് 5:30 തിരിച്ച് ഓടണം. ഞാൻ വിളിക്കാം മാതാജീനെ, മെസ്സേജ് ഇട്ട് വെച്ചോളൂ, ആരായാലും മെസ്സേജ് ഇട്ട് വെച്ചോളൂ. ഞാൻ ഒന്നൊന്ന് ഫ്രീ ആകുമ്പോൾ മെസ്സേജുകൾ ഞാൻ നോക്കാം കേട്ടോ. എനിക്കൊരു വിരോധമില്ല, നോക്കാം, വിഷമിക്കല്ലേ, ഞാൻ നോക്കാം. അപ്പോൾ അരിഷ്ടനേമിയുടെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായിട്ട് എന്താണ് ഗീ ചേർത്തിട്ടോ ബിന്ദമ്മ, അരിഷ്ടനേമിയുടെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായിട്ട് സകരൻ അപ്രകാരം തന്നെ ജീവിക്കാൻ സുഷാ മാതാജി വിളിച്ചിരുന്നു അല്ലേ? തിരിച്ചു വിളിക്കാം മാതാജി. ഞാൻ എന്ത് ചെയ്തു, ജീവിക്കാൻ തീർച്ചപ്പെടുത്തി. അപ്പോൾ നമ്മളും എന്ത് ചെയ്യുക, അരിഷ്ടനേമി പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. യുധിഷ്ഠിര, നീയും ഇങ്ങനെ സംഘപാശത്തിൽ നിന്ന് മുക്തനായി അനാസക്തനായി രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞ് ഭീഷ്മ പിതാമഹൻ എന്ത് ചെയ്തു? വാങ്ങിക്കുക പ്രീത മാതാജി, ബോംബെയിൽ ബുക്സിൻ്റെ പൈസ കൊടുക്കാൻ സമയമായില്ല, അതുകൊണ്ടാണ് വിളിക്കാത്തത്. വാങ്ങിക്കുക കേട്ടോ, ഒന്ന് ക്ഷമിക്കണം, എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് വിളിക്കാത്തത്. ഞാൻ വിളിച്ച് വാങ്ങിക്കുക. ഈശ്വരാ നാരായണ. ഭീഷ്മ പിതാമഹൻ എന്ത് ചെയ്തു? അവസാനിപ്പിച്ചു. ഇനി നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്, ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ ടോക്കിലൊന്നും പോവില്ല. അതിൻ്റെ കാപ്പി മാത്രം ചൂടാക്കി തരാൻ ഞാൻ പറയും, വേറെ ഒന്നും പറയില്ല കേട്ടോ. നെയ്യല്ലേ? ശുക്രന്റെ ചരിതം. ഓക്കെ. പിന്നീട് യുധിഷ്ഠിരൻ ചോദിച്ചത് ശുക്രാചാര്യരെ പറ്റിയായിരുന്നു.
ദേവർഷിയായിരിക്കുന്ന ഉഷനസ് എങ്ങനെയാണ് ശുക്രനും അസുര ഗുരുവുമായത്? നല്ല ചോദ്യമാണ്. ശുക്രാചാര്യരെ പറ്റിയാണ് ചോദിക്കുന്നത്. ദേവർഷിയായ ഉഷനസ്, പേര് കേൾക്കണം കേട്ടോ, ഉഷനസ്. അതൊന്നും സാരല്ല പുഷ്പാമേ, നമ്മളിങ്ങനെ ഓടി ഇങ്ങനെ ബിസി ആയതുകൊണ്ട് നമ്മൾ മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. ദേവർഷിയായിരിക്കുന്ന ഉഷനസ് എങ്ങനെയാണ് ശുക്രനും അസുര ഗുരുവുമായത്? ഇതാണ് ചോദ്യം. ദേവശത്രുക്കളായിരിക്കുന്ന ദാനവന്മാർക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാക്കി തീർക്കുന്നത് അദ്ദേഹമാണല്ലോ. തേജസ്വിയായ ശുക്രൻ എന്തുകൊണ്ടാണ് നഭോമധ്യത്തിലൂടെ സഞ്ചരിക്കാത്തത്? ധർമ്മജന്റെ ഈ ചോദ്യങ്ങൾക്ക് ഭീഷ്മ പിതാമഹൻ ഇങ്ങനെ ഉത്തരം കൊടുത്തു. എന്താ ഉത്തരം കൊടുത്തത്? ഭാർഗവ വംശജനായിരിക്കുന്ന ഉഷനസ്, ശ്രദ്ധിച്ചു കേൾക്കണേ, ഭാർഗവ വംശജനായിരിക്കുന്ന ഉഷനസ് ഒരിക്കൽ യോഗശക്തി കൊണ്ട് കുബേരന്റെ ഇന്ദ്രന്റെ ധനമെല്ലാം സ്വന്തമാക്കി. നോക്കാം, മെസ്സേജ് നോക്കാം മാതാജി. ഭാർഗവ വംശജനായിരിക്കുന്ന ഉഷനസ് ഒരിക്കല് യോഗശക്തി കൊണ്ട് കുബേരന്റെയും ഇന്ദ്രന്റെയും ധനമെല്ലാം സ്വന്തമാക്കി കളഞ്ഞു. ധനനഷ്ടപ്പെട്ടപ്പോ ദുഃഖിതനായ കുബേരൻ എന്ത് ചെയ്തു? ഇന്ദ്രന്റെ അടുത്ത് പോയിട്ട് ആക്ഷേപത്തോടുകൂടി പറഞ്ഞു. രണ്ടുപേരും കൂടി മഹാദേവന്റെ അടുത്ത് ചെന്ന് ആവലാതി പറഞ്ഞു. ദേഷ്യം വന്ന മഹാദേവൻ എന്ത് ചെയ്തു? ശൂലവും പിടിച്ചുകൊണ്ട് ഉഷനസിനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. എവിടവൻ? ഇവൻ എന്തിനാണ് കുബേരന്റെ ഇന്ദ്രന്റെ പണമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയത്? ദേഷ്യം വന്ന് മഹാദേവന്റെ ദേഷ്യം കണ്ടപ്പം ഭയപ്പെട്ട ഉഷനസ് എന്ത് ചെയ്ത്? വേറെ വഴിയൊന്നുമില്ലാതെ മഹാദേവനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചു. ഉടൻ തന്നെ മഹാദേവന്റെ ശൂലത്തിന്റെ അറ്റത്ത് ആര് കിടക്കുന്നു? ഉഷനസ് കിടക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു. വിജ്ഞാനനിധിയായിരിക്കുന്ന മഹാതപസിയായിരിക്കുന്ന അദ്ദേഹത്തെ വധിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച് ശൂലം വളച്ചു. മഹാദേവൻ എന്ത് ചെയ്ത്? ശൂലം വളച്ചിട്ട് ഉഷനസിനെ എടുത്തിട്ട് എന്താ ചെയ്യുന്നത്? തന്റെ വായിലേക്ക് ഇട്ടു മഹാദേവൻ. ഉഷനസിനെ എടുത്തിട്ട് മഹാദേവൻ നേരെ അദ്ദേഹത്തിന്റെ വായിലേക്ക് ഇട്ടു. മഹാദേവൻ നേരെ അദ്ദേഹത്തിന്റെ വായിലേക്ക് തന്നെ ഇട്ടു. പതുക്കെ വയറ്റിലെത്തിയ ഉഷനസ് എന്ത് ചെയ്തു? വളരെ കാലം മഹാദേവന്റെ വയറ്റിൽ കിടന്നു. പിന്നീട് തപസ് കഴിഞ്ഞെത്തിയപ്പം മഹാദേവനെ സ്തുതിച്ച് പ്രസാദിപ്പിച്ച ഉഷനസ് എന്താ ചെയ്തത്? തന്നെ പുറത്തേക്ക് വിടാൻ വേണ്ടി മഹാദേവനോട് പറഞ്ഞു. എന്നെ പുറത്തേക്ക് വിടൂ മഹാദേവ എന്ന് പറഞ്ഞു. കുറേ കാലം മഹാദേവന്റെ വയറ്റിലാണ് ഈ ഉഷനസ് കിടക്കുന്നത്. പിന്നെ ഉഷനസ് പറഞ്ഞു, എന്നെ അങ്ങയുടെ വയറ്റിൽ നിന്ന് പുറത്തു വിടണമെന്ന് പറഞ്ഞു. മഹാദേവനാവട്ടെ തൻ്റെ ലിംഗത്തിൽ കൂടി പുറത്തു വരാനാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ലിംഗത്തിൽ കൂടി പുറത്തു വരാൻ പറഞ്ഞു. മറ്റു വഴികളൊന്നും കാണാതെ ഉഷനസ് എന്ത് ചെയ്തു? ശുക്ലത്തിന്റെ രൂപത്തിൽ ഉൽപാദന ഇന്ദ്രിയത്തിൽ കൂടി പുറത്തു വന്നു. മഹാദേവന്റെ ലിംഗത്തിൽ കൂടി ശുക്ല രൂപത്തിൽ ഉഷനസ് പുറത്തു വന്നു. അന്നു മുതൽ ഈ ഉഷനസ് ശുക്രൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ക്ലിയർ ആയോ ഈ സ്റ്റോറി? പുറത്തു വന്ന ശുക്രൻ എന്താ ചെയ്യുന്നത്? തേജസ് കൊണ്ട് ജ്വലിക്കുന്നതാണ് കാണുന്നത് മഹാദേവൻ. മഹാദേവൻ വീണ്ടും ദേഷ്യം വന്നു. തേജസ്സോടുകൂടി ശുക്രൻ ജ്വലിക്കുന്നത് കണ്ടപ്പോൾ മഹാദേവന് വീണ്ടും ദേഷ്യം വന്നു. മഹാദേവൻ എന്ത് ചെയ്തു? ദേഷ്യത്തോടു കൂടി കുപിതനായിട്ട് വീണ്ടും ഈ ശുക്രനെ വധിക്കാൻ ചെന്നു. അപ്പൊ പാർവതീദേവി വന്ന് തടുത്തു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ നാഥ, ഇവൻ ഇപ്പൊ അങ്ങയുടെ പുത്രനാണ്, അതുകൊണ്ടാണ് ഇവനെ കൊല്ലരുത് എന്ന് പറയുന്നത്. അപ്പോ സന്തോഷത്തോടു കൂടി മഹാദേവൻ എന്ത് ചെയ്ത്? എന്നാ പിന്നെ നീ നിന്റെ ഇഷ്ടം പോലെ പോന്ന് പറഞ്ഞു. കാരണം ശുക്ലമായി പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ബീജമായി, അത് കുട്ടിയായല്ലോ. ഇനി നീ നിന്റെ ഇഷ്ടം പോലെ പൊയ്ക്കോന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരെ, അതായത് മഹാദേവനെയും പാർവതീ ദേവിയെയും വന്ദിച്ചുകൊണ്ട് ശുക്രൻ അവിടെ നിന്ന് പോയി. ഭോഗലാലസന്മാരായിരിക്കുന്ന ദേവന്മാർക്ക് ശൗര്യവും വീര്യവും ഉണ്ടാക്കാനാണ് ശുക്രൻ അസുരന്മാരെ സഹായിക്കുന്നത്. എന്താ പറയുന്നത്? ഭോഗലാലസന്മാരായിരിക്കുന്നത്, അതായത് ഇങ്ങനെ ഭോഗിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അസുരന്മാർക്ക് ദേവന്മാർക്ക് ശൗര്യവും
വീര്യവും ഉണ്ടാക്കാനാണ് ശുക്രൻ അസുരന്മാരെ സഹായിക്കുന്നത്. ശത്രുഭയം കൊണ്ട് അവർ ഉണർന്ന് പ്രവർത്തിക്കും. ശുക്രൻ നേരെ പോയി അസുരന്മാരെ സഹായിക്കുമ്പം ശത്രു ഭയങ്കര ശക്തനാണെന്ന് കാണുമ്പം ഓപ്പോസിറ്റ് ഉള്ളവർ എന്താ ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കലി കുറച്ച് ഇതാവും, ആക്റ്റീവ് ആവും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ശുക്രൻ ഈ അസുരന്മാരെ സഹായിക്കുന്നത് എന്നാണ് പറയുന്നത്. അസുര ഗുരുവായതുകൊണ്ടാണ് ദേവമാർഗമായിരിക്കുന്ന നമോപദ്യത്തിൽ സഞ്ചരിക്കാത്തത്. ഭീഷ്മർ ശുക്രന്റെ കഥ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പൊ അതും മനസ്സിലായല്ലോ. ഇനി ശ്രേയസ്സിനുള്ള മാർഗം എന്താണ്? ജനകപരാശര സംവാദം. അതാണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത്. എന്ത് കർമ്മം ചെയ്താലാണ് ഈ ലോകത്തും അടുത്ത പരലോകത്തും നമുക്ക് ശ്രേയസ് ഉണ്ടാവുക എന്നായിരുന്നു ധർമ്മപുത്രന്റെ അടുത്ത ചോദ്യം. നമ്മൾ എന്ത് കർമ്മം ചെയ്താലാണ് ഈ ലോകത്ത് നമുക്ക് നല്ലൊരു ശ്രേയസ് ഉണ്ടാവുന്നത്? ഈ ലോകത്ത് നിന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ പരലോകത്ത് നമുക്ക് നല്ലൊരു ശ്രേയസ് ഉണ്ടാവുന്നത്? അതിന് ഭീഷ്മര് ജനകപരാശര സംവാദമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ജനകപരാശര സംവാദം. ഒരിക്കല് ജനകരാജാവ് പരാശര മഹർഷിയോട് ഇതേ ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെയും പരലോകത്തും ശ്രേയസ് നേടാൻ വേണ്ടി മനുഷ്യൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. പരാശര മുനി മറുപടി പറഞ്ഞു കൊടുക്കാണ്, ധർമ്മം ചെയ്യുക. ധർമ്മം ചെയ്യുക, ധർമ്മം ചെയ്യുക, ഇതാണ് ശ്രേയസ് നേടാനുള്ള വഴി. ധർമ്മം മാത്രം ചെയ്തോ ശ്രേയസ് നേടാൻ പറ്റും. മനുഷ്യർ സാധാരണഗതിയില് പുണ്യപാപമായിരിക്കുന്ന കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യര് സാധാരണഗതിയിൽ പുണ്യപാപമായിരിക്കുന്ന കർമ്മത്തിൽ ഏർപ്പെടുന്നു. പുണ്യവും ചെയ്യുന്നുണ്ട്, പാപവും ചെയ്യുന്നുണ്ട്. ആ കർമ്മഫലം അവനെ മരണത്തിലും കൂടെ തന്നെ പോകുന്നുണ്ട്, ഇല്ലേ? നമ്മൾ പുണ്യവും ചെയ്യുന്നുണ്ട്, പാപവും ചെയ്യുന്നുണ്ട്. ഈ പുണ്യകർമ്മം ചെയ്താലും പാപകർമ്മം ചെയ്താലും അത് രണ്ടും നമ്മളെ പിന്നാലെ വരുന്നുണ്ട്. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവന് സുഖവും പാപകർമ്മങ്ങൾ ചെയ്യുന്നവന് ദുഃഖവുമാണ് ഉണ്ടാവുന്നത്. ശ്രേയസ് നേടണമെങ്കിൽ ധർമാനുസൃതമായിരിക്കുന്ന പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്യണം. നമുക്ക് നല്ല ശ്രേയസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ധർമ്മത്തോടെയുള്ള പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്യണം. ദേഷ്യം, ദ്വേഷം, അസൂയ മുതലായവക്കൊക്കെ നമ്മൾ അടിമപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യുന്ന പാപകർമ്മങ്ങളെല്ലാം നമ്മുടെ അധപ്പതനത്തിന് കാരണമാവും. നമ്മൾ കുറേ ദേഷ്യപ്പെട്ട് കുറേ ദ്വേഷത്തോടു കൂടി സംസാരിച്ച് കുറേ അസൂയയോടുകൂടി സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എന്താവും? നമ്മുടെ പാപത്തിന് നമ്മൾ ഇരയായിത്തീരും. നമ്മുടെ ശ്രേയസ് എല്ലാം പോയി പോകും. പരാശര മുനിയുടെ ഈ വാക്ക് കേട്ട് ജനകൻ എന്ത് ചെയ്തു? തൃപ്തനായി. ഉണ്ണി, നീയും ധർമ്മം അനുസരിച്ച് പരോപകാരപ്രദമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്ത് തൃപ്തിയോടെ ജീവിക്കേ, അല്ലാത്ത പക്ഷെ നിനക്ക് നന്മ കിട്ടില്ല എന്ന് പറഞ്ഞു. ചക്ഷുസാ മനസാ വാചാ കർമ്മണാ ചതുർവിധം കുരുതേ യാദൃശ്യം കർമ്മതാദൃശ്യം പ്രതിപദ്ധ്യതേ എന്നാ പറയുന്നത്. കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ഏതു തരത്തിലുള്ള പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ വിധത്തിലുള്ള ഫലമാണ് നമ്മൾ അനുഭവിക്കുക. കണ്ണുകൊണ്ട്, മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, കർമ്മം കൊണ്ട്. കണ്ണ്, മനസ്സ്, വാക്ക്, കർമ്മം, ഇങ്ങനെ 4 കാര്യങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് തരത്തിലുള്ള കർമ്മമാണോ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും നമ്മൾ അനുഭവിക്കാനും പോകുന്നത്. മനസ്സിലായില്ലേ? നായം പരസ്യ സുഹൃതം ദുഷ്കൃതം ചാഭിസേവധേ കരോതി യാദൃശ്യം കർമ്മതാദൃശ്യം പ്രതിപദ്ധ്യതേ എന്ന് വെച്ചാൽ മറ്റുള്ളവർ ചെയ്യുന്ന സുഹൃതമാണെങ്കിലും ദുഷ്കൃതമാണെങ്കിലും അത് ഒരുത്തനെ ബാധിക്കില്ല. ഇപ്പം ഞാനൊരു നന്മ ചെയ്താൽ അത് നിങ്ങൾക്കല്ല, അതെനിക്കാണ്. നിങ്ങളൊരു നന്മ ചെയ്താൽ അതിൻ്റെ പുണ്യം എനിക്കല്ല, നിങ്ങൾക്കാണ്. ഇവിടെ പറയുന്നു, മറ്റുള്ളവർ ചെയ്യുന്ന നന്മയായാലും തെറ്റായാലും അത് ആരെയും ബാധിക്കൂല, അവനവനെ തന്നെ ബാധിക്കത്തുള്ളൂ. അപ്പം സ്വയം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമാണ് ഒരുവൻ അനുഭവിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നോ അതാണ് നമ്മൾ അനുഭവിക്കുന്നത്. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല നമ്മൾ അനുഭവിക്കുന്നത്. മനസ്സിലായില്ലേ? പിതാമഹൻ വീണ്ടും പരാശര മുനിയുടെ ഉപദേശം കൂടി ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറയുന്നത്? ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ പൂട്ടിക്കെട്ടിയ മനസ്സാകുന്ന രഥത്തിൽ കയറിയിരുന്ന് ജ്ഞാനമാകുന്ന കടിഞ്ഞാൺ പിടിച്ച് ഈ ജീവിതയാത്ര നിർവഹിക്കുന്നവനാണ് ബുദ്ധിമാൻ. എന്താണ്? ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ, ഇവിടെ കുതിരകളെ ഇന്ദ്രിയങ്ങളായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. പൂട്ടിക്കെട്ടിയ മനസ്സുമായിട്ട്, നമ്മുടെ മനസ്സിന്റെ ഇന്ദ്രിയങ്ങളെല്ലാം, മനസ്സും ഇന്ദ്രിയൊക്കെ കണക്റ്റഡ് ആണ്. ഇത് രഥമായിട്ട് എന്താ സങ്കല്പിക്കുന്നത്? പൂട്ടിക്കെട്ടിയിരിക്കുകയാണ് കുതിരകളെ. ആ രഥത്തിൽ കയറി ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജ്ഞാനത്തെക്കുറിച്ച് ചിന്തിക്കണം. അഹങ്കാര ഭാവത്തോടെ നമ്മൾ ജീവിക്കരുത്.
എന്നിട്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കുക. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ എന്തായി? ആ വ്യക്തി ബുദ്ധിമാനായി, അവൻ ലക്ഷ്യത്തിലെത്തിച്ചേരുന്ന പറയുന്നത്. ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ച് മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ പറ്റും. വളരെ ദുർലഭമായിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് മനുഷ്യജന്മം കിട്ടുക എന്ന് പറയുന്നത്. എളുപ്പമല്ല മനുഷ്യജന്മം കിട്ടുന്നത്. അത് നേടിയതിന് ശേഷം അത് ഉപയോഗമില്ലാത്ത രീതിയിലാക്കി തീർക്കുന്നത് എന്തൊരു കഷ്ടമാണ് സ്വാമി ശരണം, എന്തൊരു കഷ്ടമാണത്. അത്രയും കോടി ജന്മങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടിയ ഈ പുണ്യജന്മത്തെ ഇല്ലാതാക്കി കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. അതുകൊണ്ട് ധാർമ്മികമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് ഉന്നതമായിരിക്കുന്ന ഒരു നിലയിലോട്ട് നമ്മൾ എത്തണം. ചിലപ്പോൾ ധാർമ്മികത ചെയ്യാൻ പോകുമ്പോൾ 4 സൈഡിൽ നിന്നും നമ്മളെ കുത്തും. അത് കലിയുഗമായതുകൊണ്ടാണ്. അതൊന്നും മൈൻഡ് ആക്കണ്ട. നമ്മൾ എന്ത് ചെയ്യണം? ഉന്നതമായിരിക്കുന്ന ഒരു നിലയിലേക്ക് നമ്മൾ എത്തണം. അതുകൊണ്ട് ധാർമ്മികമായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടൂ. പാപകർമ്മങ്ങളിലേക്ക് പോകുന്ന മനസ്സിനെ നമ്മൾ പുണ്യകർമ്മങ്ങളിലേക്ക് തിരിച്ചുവിടണം. ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്യാൻ നമ്മുടെ മനസ്സിനെ നമ്മളെ പ്രേരിപ്പിക്കും. അതെല്ലാം മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പുണ്യകർമ്മങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. അല്ലാതെ പാപകർമ്മങ്ങൾ നമ്മൾ ചെയ്യാൻ പോകരുത്. നമ്മൾക്ക് ശരി എന്ന് തോന്നുന്ന മനസ്സിന്റെ ധാർമ്മികതയെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യാം. അതാണ് ചെയ്യേണ്ടത്. അറിയാതെയോ അറിഞ്ഞോ പാപകർമ്മങ്ങൾ ചെയ്താൽ ശാസ്ത്രാനുസൃതമായിരിക്കുന്ന പ്രായശ്ചിത്തം ചെയ്ത് മനസ്സിനെ ശുദ്ധീകരിക്കണം. മനസ്സിലല്ല? അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കുറെ തെറ്റുകൾ ചെയ്താൽ എന്ത് ചെയ്യണം? നമ്മള് അത് മഞ്ജരീസിൽ മെസ്സേജ് ഇടും. മാതാജി ലൈവിൽ കൊണ്ടിട്ടിട്ട് ഞാനിപ്പോ എന്ത് തപ്പാനാ? ചെയ്തു തരാം, ചെയ്യാതൊന്നും വിടില്ല. അത് മഞ്ജരീസിലോട്ടിടും. അപ്പോ നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. നമ്മൾ എന്തൊരു പാപകർമ്മം ചെയ്താലും ആ പാപകർമ്മത്തെ നമ്മൾ ശാസ്ത്രീയമായിരിക്കുന്ന പല 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 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം. സത്യപരായണനായി സൽക്കർമ്മിയായി ജീവിക്കുന്നവന് തീർച്ചയായിട്ടും മോക്ഷലബ്ധി ലഭിക്കും. മനസ്സിലായി? സത്യസന്ധമായ രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ ലോകം മുഴുവൻ കുറ്റപ്പെടുത്തിയാലും അവനെ മോക്ഷം കാത്തിരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മോക്ഷത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ നമ്മൾ ഒരിക്കലും മോക്ഷമില്ലാത്ത ഒരവസ്ഥയിലൂടെ കുറെ തിന്നും കുടിച്ചും അങ്ങനെ ഇങ്ങനെ ആക്കി ജീവിച്ചിട്ട് കാര്യമില്ല. മോക്ഷപ്രാപ്തിയിലൂടെ നമ്മൾ ജീവിക്കാൻ പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? പരാശരൻ പറയാണ്, ധർമാർജിതമായിരിക്കുന്ന ധനം ധാർമ്മിക കാര്യങ്ങൾക്കായി ചെലവഴിക്കണം. എന്താ പറയുന്നത്? ധർമാർജിതമായിരിക്കുന്ന ധനം ധാർമ്മിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണം ചെലവഴിക്കാൻ. മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനാണ് ധനം സൂക്ഷിക്കേണ്ടത്, അല്ലാതെ സ്വയം വളർച്ചയ്ക്ക് വേണ്ടിയല്ല സൂക്ഷിക്കേണ്ടത്. അത് സ്വാർത്ഥ കാര്യങ്ങൾക്ക് മാത്രമായി ഉപയോഗിക്കുന്നത് ശരിയല്ല. മനസ്സിലായില്ലേ? സ്വാർത്ഥതയായിട്ട് നമ്മൾ ഉപയോഗിക്കരുത്. ഒരു 10 പേർക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെ ഒരാൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക, ഇതിനൊക്കെ ഒരു ധാർമ്മികതയുണ്ട്. ഈ ധാർമ്മികതയിലൂടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അതിനൊരു മോക്ഷപ്രാപ്തിയുണ്ട്. അല്ലാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ചിലർ കഷ്ടപ്പെടുന്നത് കണ്ടാലും ഭക്ഷണം ഇല്ലാത്ത കണ്ടാലും ചില ആൾക്കാർ വാങ്ങിക്കൊടുക്കില്ല. അപ്പൊ അങ്ങനെയൊന്നും അധാർമികമായിട്ട് നമ്മൾ ജീവിക്കരുത്. ബ്രാഹ്മണന് ചെയ്യുന്ന ഹലോ, ആരായിരുന്നു? അതെ, നാളെ രാവിലെ വിളിക്കും, അല്ലെങ്കിൽ ഒരു 11 മണിയാകുമ്പോൾ വിളിച്ചോളൂ. ഞാനിപ്പോൾ ലൈവ് ക്ലാസ്സിലായതുകൊണ്ടാണ് അങ്ങയുടെ കോൾ കട്ട് ചെയ്തത്. ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കട്ടെ? ശരി. ശരി ഓക്കെ. ക്ലാസ്സിലായതുകൊണ്ടാണ് കേട്ടോ കോൾ എടുക്കാത്തതും കട്ട് ചെയ്തതും. ചില ആൾക്കാരെ ഒരു ഔചിത്യബോധം എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ലേ ചില ആൾക്കാർക്ക്. ചിലപ്പോൾ ഷൂട്ടിൽ നിൽക്കുന്ന സമയത്തായിരിക്കും വിളിച്ചതിൻ്റെ മുകളിൽ വിളിച്ചുകൊണ്ടിരിക്കും, കണ്ടിന്യൂസ് വിളിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം അത്. നമ്മളെപ്പോഴും ആലോചിക്കണം, ഒരാളൊരു ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ ആ മിസ്ഡ് കോൾ അതിൽ കാണുമ്പോൾ അവർ തിരിച്ച് വിളിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും കോൾ എടുക്കാത്തത്. അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്താലെങ്കിലും ഒന്ന് മനസ്സിലാക്കുക അവർക്ക് എന്തോ അത്യാവശ്യമായിട്ട് ഇരിക്കുകയാണ്. ബാക്ക് ടു ബാക്ക് വിളിച്ചുകൊണ്ടിരിക്കും. എന്തൊരു മോശം സ്വഭാവം എന്നറിയത്. പറഞ്ഞിട്ട് കാര്യമില്ല. ചില എന്താ പറയുക, അടിസ്ഥാനപരമായിരിക്കുന്ന ഔപചാരികമായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഔചിത്യബോധം എന്ന് പറയുന്ന സാധനം അത് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പലർക്കും ഇല്ല. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. അയ്യോ സ്വാമി. അപ്പൊ പരാശരമുനി വീണ്ടും പറയാണ്,
ധർമാർജിതമായിരിക്കുന്ന ധനം ധാർമ്മിക കാര്യങ്ങൾക്കായിട്ട് ചെലവഴിക്കുക. മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനാണ് ധനം എന്ന് പറയുന്നത്. അത് സ്വാർത്ഥമായിരിക്കുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ല. ബ്രാഹ്മണന് ചെയ്യുന്ന ദാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. നമ്മൾ എത്രയോ ബ്രാഹ്മണ വസ്ത്രദാനം ചെയ്യുന്നുണ്ട് അല്ലെ? മഞ്ജരീസിലൂടെ ഒത്തിരി ബ്രാഹ്മണ വസ്ത്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്രാഹ്മണന് ഒരു ദാനം കൊടുക്കാൻ സാധിച്ചാൽ അത് ഭയങ്കര വലിയൊരു ദാനമാണ്. മനസ്സിലായില്ലേ? പിന്നെന്താ പറയുന്നത്? ക്രൂരകർമ്മങ്ങൾ ചെയ്ത് അന്യായമായി ധനം സമ്പാദിക്കുവാൻ ഒരിക്കലും ആഗ്രഹിക്കരുത്. ക്രൂരമായിട്ട് ഇങ്ങനെ ഓരോരുത്തരെ കൊലപ്പെടുത്തുക, എന്നിട്ട് അവരെ സമ്പത്ത് തട്ടിയെടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും ധനം സമ്പാദിക്കാൻ ശ്രമിക്കരുത്. അത് ഒരിക്കലും നിലനിൽക്കില്ല. ഒരുവൻ ജനിക്കുമ്പോൾ ദേവന്മാരോടും അതിഥികളോടും ഭൃത്യന്മാരോടും പിതൃക്കളോടും തന്നോടുമുള്ള കടപ്പാടോടു കൂടിയാണ് ജനിക്കുന്നത് അല്ലെ? നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഈശ്വരനോടൊരു കടപ്പാടുണ്ട്, നമ്മുടെ അതിഥികളോടൊരു കടപ്പാടുണ്ട്, പിതാക്കന്മാരോടൊരു കടപ്പാടുണ്ട്, നമ്മുടെ എല്ലാവരോടും, നമുക്ക് ചുറ്റുപാടുമുള്ള എല്ലാവരോടും നമുക്കൊരു കടപ്പാടുണ്ട്. ആ ഋണങ്ങൾ വീട്ടി നമ്മൾ സ്വതന്ത്രനാവണം. മനസ്സിലായില്ലേ? അവരോടൊക്കെയുള്ള ഒരു കടപ്പാട് അത് നമ്മൾ ചെയ്യണം, ചെയ്യാതിരിക്കാൻ പാടില്ല. നമുക്ക് അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും കൂട്ടുകാരോടും സമൂഹത്തിനോടും ഒക്കെ ഉണ്ട്. അല്ലാണ്ട് ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് എൻ്റെ ഞാൻ ആ വ്യക്തി ഒരിക്കലും രക്ഷപ്പെടില്ല. ഒരിക്കലും ആ വ്യക്തി സാമ്പത്തികമായിട്ട് ഉയരില്ല. കൊടുക്കുന്തോറും ധനം കൂടുമെന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെന്താ പറയുന്നത്? ധാർമ്മിക പ്രവർത്തികൾ കൊണ്ട് ആത്മാവിനോടുള്ള ആ ഒരു ഋണങ്ങളിൽ നിന്ന് മുക്തനായി നമ്മൾ തീരണം. ധാർമ്മികമായ പ്രവൃത്തിയിലൂടെ നമുക്ക് ആത്മാവിനോടുള്ള ഒരു ബന്ധമുണ്ട്. അത് നമുക്ക് ഇതെല്ലാം മാറി നമ്മൾ മുക്തി പ്രാപിക്കണം. മുക്തി പ്രാപിക്കാതെ നമ്മൾ ജീവിക്കരുത്. നമ്മളെല്ലാ ബന്ധങ്ങളെയും മുറുകെ പിടിച്ചൊരു ബന്ധനാവസ്ഥയിലാക്കി നമ്മൾ എത്തിക്കരുത്. പണ്ട് പല മഹർഷിമാരും ഭക്തി കൊണ്ടും ഈശ്വരന്റെ ആരാധന കൊണ്ടും തപസ് കൊണ്ടും സിദ്ധി നേടിയിട്ടുണ്ട്. ഒരുപാട് മഹർഷിമാര്. അഭിമാനം കളഞ്ഞും വൃദ്ധരെ സേവിക്കണം എന്നാ പറയുന്നത്. വാർദ്ധക്യാവസ്ഥയിൽ ഇരിക്കുന്നവരെ നമ്മൾ അഭിമാനം നോക്കാതെ നമ്മൾ അവരെ സേവിക്കണം. ജ്ഞാനികളെ പൂജിക്കണം. മാന്യജനങ്ങളെ നമ്മൾ ബഹുമാനിക്കണം. അത് ശ്രേയസ്സിന് കാരണമായി തീരും. വൃദ്ധന്മാരെ സഹായിച്ചാൽ, മാന്യന്മാരെ പൂജിച്ചാൽ, അതുപോലെ എന്താ പറയുക, ജ്ഞാനികളെ പൂജിച്ച് മാന്യന്മാരെ ബഹുമാനിച്ചാൽ നമുക്ക് ശ്രേയസ് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ശൂദ്രൻ മറ്റു ഉയർന്ന 3 ജാതിക്കാരിൽ നിന്നും ഉപജീവന മാർഗം സ്വീകരിക്കുന്നത് ധർമ്മമാകുന്നു. ശൂദ്രൻ മറ്റു 3 ജാതിക്കാരുണ്ടല്ലോ, ക്ഷത്രിയനും വൈഷ്ണവനും ബ്രാഹ്മണനും ഒക്കെ, ഇവരിൽ നിന്നൊക്കെ ഒരു ഹെൽപ്പ് ചോദിച്ചു വാങ്ങി ജീവിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ധർമ്മം തന്നെയാണെന്നാണ് പറയുന്നത്. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശുശ്രൂഷയ്ക്ക് മാത്രമാണ് ശൂദ്രന്റെ കർത്തവ്യം. ബ്രാഹ്മണന്മാരെയും വൈശ്യനെയും അതുപോലെ എന്താ പറയുക ക്ഷത്രിയനെയൊക്കെ ശുശ്രൂഷിക്കുക എന്നുള്ളത് ശൂദ്രന്റെ കർത്തവ്യമാണ്, കടമയാണ്. അത് അവൻ ചെയ്തിരിക്കണം. ദുഷ്ടന്മാരോട് ഒരു വിധത്തിലും കൂട്ടുചേരരുത്. നമുക്ക് തന്നെ അറിയാം അല്ലേ? നമുക്ക് ചുറ്റുമുള്ള ദുഷ്ടപ്രവൃത്തി ചെയ്യുന്ന വ്യക്തികളെ നമുക്കറിയാം. അവരോട് ഒരിക്കലും നമ്മൾ കൂട്ടുകൂടരുത്. ആരെങ്കിലും നന്നാവുന്നത് കണ്ടാൽ അവർക്കെതിരെ എല്ലാ സമയം ഉണ്ടാക്കി എത്ര ദൂരത്തു നിന്നാണെങ്കിലും ഫോൺ വിളിച്ച് കുറ്റം പറയുന്ന ആൾക്കാരാണ് ഇന്ന് നമുക്ക് ചുറ്റും. ആലോചിച്ച് നോക്കണം. എന്തിനാ ഈ ദൂരസ്ഥലത്ത് പോയിരിക്കുന്നത് പോലും ചിന്തിക്കാതെ അവിടുന്ന് വിളിച്ചിട്ട് കുറ്റം പറയുന്ന ആൾക്കാരാണ്, എന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ദുഷ്ടന്മാരോട്, ദാനവന്മാരോട് നമ്മൾ കൂട്ടുകൂടരുത് എന്ന് മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട്. ധർമ്മം വിട്ട് കർമ്മം അത് എത്ര മഹത്തരമായാലും അത് ഉപേക്ഷിക്കണം. ധർമ്മമില്ലാത്ത ഒരു കർമ്മം അത് നമ്മൾ ചെയ്യരുത്. ധർമ്മമുണ്ടോ എങ്കിൽ ആ കർമ്മം ചെയ്യാനാണ് പറയുന്നത്. അതൊരിക്കലും ഹിതമായിട്ടുള്ളതല്ല. ധർമ്മമില്ലാത്ത ഒരു കർമ്മം എന്ന് പറഞ്ഞെങ്കിൽ അത് ഈശ്വരന് ഒരിക്കലും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. വൈശ്യർ വൃത്തിക്ക് ആവശ്യമായ സ്വത്ത് സമ്പാദിക്കണം. വൈശ്യർ എന്താ ചെയ്യേണ്ടത്? വൃത്തി എന്ന് പറയുമ്പോൾ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സ്വത്ത് സമ്പാദിക്കണം. ക്ഷത്രിയർ എന്താ ചെയ്യേണ്ടത്? അത് സംരക്ഷിക്കണം. ബ്രാഹ്മണർ ആ സ്വത്ത് കൊണ്ട് ഉപജീവിക്കണം. ബ്രാഹ്മണന്മാർ ഒരിക്കലും ജോലി ചെയ്യാൻ പോവില്ല. ഒരു പൂജാതി കർമ്മങ്ങളും വേദ പഠനങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവര് അതുകൊണ്ട് ജീവിക്കണം. യാഗശാലയിലും മറ്റും ചെയ്യുന്ന സേവാ പ്രവർത്തനങ്ങളാണ് ശൂദ്രന്റെ കർത്തവ്യം. ഒരു ശൂദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യാഗശാലയിൽ വന്നു കഴിഞ്ഞാൽ അടിച്ചു വാരുക, കഴുകുക, തുടയ്ക്കുക, സാധനങ്ങൾ എത്തിക്കുക, ഇതൊക്കെ ഒരു ശൂദ്രന്റെ കർമ്മമാണ്. വേദോച്ചാരണം ചെയ്യുന്ന ബ്രാഹ്മണനും ധനം നേടുന്ന വൈശ്യനും ശുശ്രൂഷാ കർമ്മങ്ങൾ ചെയ്യുന്ന ശൂദ്രനും ഏവരെയും പരിപാലിക്കുന്ന രാജാവും സ്വന്തം ധർമ്മം ചെയ്യാതിരുന്നാൽ പിന്നെ അധർമ്മം വർദ്ധിക്കും അല്ലേ? രാജ്യം നാശത്തിലേക്ക് നീങ്ങും. ചോദിക്കാതെ തന്നെ ആവശ്യം അറിഞ്ഞ് ചെയ്യുന്നതാണ് ദാനം എന്ന് പറയുന്നത്. അത് ഉത്തമമാണ്.
ഒരാൾ വന്നിട്ട് ഒരാളെ മുന്നിൽ കൈ നീട്ടുന്നതിനേക്കാളും മുന്നേ അവന് ഭക്ഷണം കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അന്നദാനം ഇങ്ങനെ കണ്ടെത്തി കൊടുക്കുന്നത്. നമുക്ക് വേണേൽ ഒരു സ്ഥലത്ത് നിൽക്കാം, ഭക്ഷണം വേണോ വന്ന് വാങ്ങിച്ചോളൂ എന്നൊക്കെ പറയാം. അങ്ങനെയല്ല, കണ്ടെത്തി നമ്മൾ അന്നദാനം കൊടുക്കുകയാണ്. കാരണം എന്താ, അത് ഏറ്റവും വലിയ ഉത്തമമായിരിക്കുന്ന ദാനമാണെന്നാണ് പറയുന്നത്. ചോദിക്കാതെ തന്നെ ആവശ്യമറിഞ്ഞ് ചെയ്യുന്ന ദാനമാണ് ഉത്തമമായിരിക്കുന്ന ദാനം. ചോദിച്ചിട്ട് നൽകുന്ന ദാനം മധ്യമമാണ്. നമ്മളോട് ഒരാൾ വന്ന് ഭക്ഷണം ചോദിച്ചിട്ട് എന്താ പറയുന്നത്, ഞാൻ എടുക്കാം മാതാജി, ഞാൻ രാവിലെ പോയിട്ട് ഇപ്പോഴാണ് വന്നത്, എനിക്ക് കുറേ ജോലിയുണ്ട് മാതാജി, ഇതെല്ലാം തീർത്തിട്ട് വേണം എനിക്ക് ഒരു മണിക്കൂർ ഒന്ന് കണ്ണടച്ചിട്ട് എനിക്ക് വെളുപ്പിനെ എഴുന്നേറ്റ് പൂജയും കഴിഞ്ഞ് ജോലിക്ക് പോകാനില്ല, എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കും മാതാജി. നടന്നുകൊണ്ടിരിക്കുന്ന സീരിയലാണ്, ഞാൻ എത്തിയിട്ടില്ലെങ്കിൽ എന്നെ കൊന്നുകളയും ചാനലിലുള്ളവർ. മാതാജി ഒന്ന് ക്ഷമിക്കും, ഞാനൊന്ന് ഫ്രീ ആവട്ടെ, ഞാനിവിടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളല്ല, എനിക്ക് ജോലിയുണ്ട്, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയമാണ് ഈ ക്ലാസ് എടുക്കുന്നതൊക്കെ. മെസ്സേജ് ഇട്ട് വെച്ചോളൂ, ഞാൻ എടുത്തോളാം കേട്ടോ. അപ്പോൾ ചോദിച്ചിട്ട് നൽകുന്ന ദാനം എന്താണ്, മധ്യമമാണ്. നിന്ദിച്ചോ ശ്രദ്ധ കൂടാതെയോ ചെയ്യുന്ന ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അധർമ്മമാണ്. എന്തേലൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ തിന്നോട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ ഇങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുക്കില്ലേ, അതെന്ന് പറയുന്നത് അധർമ്മമാണ്. അത് ചെയ്യാൻ പാടില്ല. അതനുസരിച്ച് അവർക്ക് ഫലം ഉണ്ടാവുന്നു. ഇപ്പം നമ്മളിങ്ങനെ അന്നദാനം കൊടുക്കുന്നതിന് അന്വേഷിച്ച് കണ്ടെത്തി നമ്മൾ കൊടുക്കുമല്ലോ, അതാണ് ഏറ്റവും വലുതെന്ന് പറയാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചില ആൾക്കാരൊക്കെ വന്ന് നമ്മളോട് ചോദിച്ച് വാങ്ങിച്ചിട്ട് പോകും, അത് മധ്യമമാണ്. ആരും നമ്മളോട് എന്ത് ചെയ്യില്ല, ബഹളം കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കൊടുക്കില്ല, എടുത്തോണ്ട് നോക്കോ വേണേ തിന്നോ എന്നൊന്നും നമ്മൾ പറയാറില്ല. അത് ചെയ്യാൻ പാടില്ല, ആരോടും ചെയ്യാൻ പാടില്ല. പരാശരൻ തുടരുകയാണ്, എന്താ പറയുന്നത്, പ്രതിഗ്രഹം കിട്ടിയത് വിപ്രനിലും യുദ്ധത്തിൽ ജയിച്ചു നേടിയത് രാജാവിലും ന്യായമാർഗത്തിൽ സമ്പാദിച്ചത് വൈശ്യനിലും ശുശ്രൂഷ കൊണ്ട് നേടിയത് ശൂദ്രനിലും അവ സ്വല്പമായാലും ശ്രേഷ്ഠമാവുന്നു എന്നാ പറയുന്നത്. എന്ന് വെച്ചാല് പ്രതിഗ്രഹം കിട്ടിയത് വിപ്രനിലും യുദ്ധത്തിൽ ജയിച്ചു കിട്ടിയത് രാജാവിലും ന്യായത്തിന്റെ വഴിയിലൂടെ സമ്പാദിച്ചത് വൈശ്യനിലും ശുശ്രൂഷ കൊണ്ട് നേടിയത് ശൂദ്രനിലും അവ കുറച്ചാണെങ്കിലും എന്താണ്, ശ്രേഷ്ഠമാണെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയല്ലാതെ സമ്പാദിക്കുന്ന സ്വത്ത് 4 വർണ്ണങ്ങൾക്കും നിയമവിരുദ്ധമാണ്. ഓക്കെ, മറ്റു ജീവികളെ അപേക്ഷിച്ച് ബുദ്ധിശക്തിയുള്ള വിവേകമുള്ള മനുഷ്യന് മാത്രമാണ് ധർമ്മത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ സാധിക്കുക. അതുകൊണ്ട് മനുഷ്യൻ എപ്പോഴും ധർമ്മം അനുസരിച്ചേ പ്രവർത്തിക്കാൻ പാടൂ. മനസ്സിലായില്ലേ? സീരിയലിന്റെ പേര് കാർത്തിക ദീപം, സീ തമിഴില്. എൻ്റെ ക്യാരക്ടറിന്റെ പേര് ഡോക്ടർ മല്ലിക. അപ്പോ അതുകൊണ്ട് മനുഷ്യൻ എപ്പോഴും ധർമ്മം അനുസരിച്ചേ ജീവിക്കാൻ പാടൂ. ആപത്ത് കാലത്ത് നിവർത്തിയില്ലാതെ വരുമ്പോൾ മാത്രമാണ് ഒരു ജാതി മറ്റു ജാതിയുടെ ധർമ്മം സ്വീകരിക്കാൻ പാടും. മനസ്സിലായില്ലേ? ആപത്ത് കാലത്ത് ഒരു വഴിയില്ലാതെ വരുമ്പോഴാണ് എന്താവുന്നത്, നാളെ നൈറ്റ് വിളിച്ചാൽ മതി, രാത്രി വിളിച്ചാൽ മതി പ്രഭു. ഇന്നിപ്പോൾ എന്താ അറിയോ, ഞാൻ ക്ലാസ് എടുത്തു കഴിഞ്ഞാലില്ലേ 2-2.5 മണിക്കൂർ ഇങ്ങനെ നമ്മൾ ക്ലാസ് എടുത്തു കഴിയുമ്പോൾ ഭയങ്കര ടയേർഡാവും. ഒന്ന് കിടന്നാൽ മതി എന്നുണ്ടാവും. പക്ഷെ ഇന്ന് കിടക്കാനും പറ്റില്ല, ഇത്രയും അയൺ ചെയ്തിട്ടൊക്കെ കുറേ ജോലിയില്ലല്ലേ. അപ്പോൾ വീണ്ടും ഫോണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇനിയിപ്പോൾ കുറേ ജോലിയുണ്ട്, വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ പണിയുണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട്. അതെല്ലാം ചെയ്തിട്ടേ എനിക്ക് രാവിലെ തന്നെ പോകാനുള്ളതാണ്. അപ്പോൾ നാളെ ഇനിയിപ്പോൾ പകൽ ഷൂട്ടിലായിരിക്കും, ലൊക്കേഷനിൽ നിന്ന് വിളിച്ചാൽ ഒന്ന് സ്വസ്ഥമായി സംസാരിക്കാനും പറ്റില്ല. നാളെ രാത്രി വിളിച്ചോളൂ, നാളെ നമുക്ക് സ്വസ്ഥമായിട്ട് സംസാരിക്കാം. അപ്പോൾ അതിലത് എന്താ പറയുന്നത്, ആപത്ത് കാലത്ത് നിവൃത്തിയില്ലാതെ വരുമ്പോൾ മാത്രമാണ് ഒരു ജാതി മറ്റു ജാതിയുടെ ധർമ്മം സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ അത് അധർമ്മമാണ്. മദ്യം, മാംസം ഇവ എല്ലാവരും ഉപേക്ഷിക്കേണ്ടതാണ്. എത്ര മണിക്കാ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ എൻ്റെ സീരിയൽ കാണാറില്ല മാതാജി. എത്ര 8 മണിക്കോ 8:30ക്കോ? ആരെങ്കിലും വരട്ടെ, ഞാൻ ചോദിക്കാം. അവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ആരും നോക്കുന്നു മാതാജി? പോവുക, വർക്ക് ചെയ്യുക, കാശും മേടിച്ച് വരിക എന്നല്ലാതെ. മദ്യം, മാംസം ഇവ എല്ലാവരും ഉപേക്ഷിക്കണമെന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഉപജീവന മാർഗം തേടുന്നതും തെറ്റാണ്. ഈ മദ്യവും മാംസവും ഒക്കെ വെച്ചിട്ടുള്ള ഉപജീവന മാർഗം നമ്മൾ തേടുന്നതും തെറ്റാണ്, അത് ഉപയോഗിക്കാനും പാടില്ല.
പണ്ട് ധർമ്മത്തിന്റെ വൃദ്ധിയെ സഹിക്കാതെ ദൈത്യന്മാർ ദേവന്മാരെയും ബ്രാഹ്മണന്മാരെയും എല്ലാം ദ്രോഹിച്ചു തുടങ്ങി. ധർമ്മം നോക്കാതെ ഈ അസുരന്മാർ എന്താ ചെയ്യുന്നത്? ദേവന്മാരെയും ബ്രാഹ്മണന്മാരെയും ഒക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവര് 3 പുരങ്ങൾ ഉണ്ടാക്കി അവിടെ താമസിച്ച് അധർമ്മ പ്രവർത്തികൾ ചെയ്തു ഈ അസുരന്മാര്. അപ്പൊ മഹേശ്വരനായിരിക്കുന്ന മഹാദേവൻ എന്തേച്ച് ത്രിപുരന്മാരെ നശിപ്പിച്ചിട്ട് ധർമ്മം എന്ത് ചെയ്തു? പുനഃസ്ഥാപിച്ചു. അദ്ദേഹം ദൈത്യാധിപനെ വധിച്ച് ദൈത്യസേനയെ നശിപ്പിച്ച് ധർമ്മമൂർത്തികളായിരിക്കുന്ന ദേവന്മാരെ പുനഃസ്ഥാപിപ്പിച്ചു. ഇഷ്ടവും അനിഷ്ടവും മൂലമുണ്ടാകുന്ന സൗഹാർദ്ദവും വൈര്യവും സർവ്വസാധാരണമായിരുന്നു. അവയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ ഗുണങ്ങളിൽ മാത്രം മനസ്സ് വെക്കുക. ദോഷങ്ങളെ പറ്റി ചിന്തിക്കാതിരിക്കുക. ആരെയും വേദനിപ്പിക്കാതിരിക്കുക. ഓക്കെ, ഇത്രയും മതി നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ. നമ്മൾ എന്ത് ചെയ്യണം? ആരെയും വേദനിപ്പിക്കാതിരിക്കുക. ഓക്കെ, ഒരാളെ നമ്മൾ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക. നമ്മൾ കാരണം മറ്റൊരാളെ മനസ്സ് വേദനിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു തെറ്റാണ്. ഒരിക്കലും അത് ശരിയാവില്ല. ഓക്കെ, പിന്നീട് 4 വർണ്ണങ്ങളെ പറ്റിയാണ് പരാശര മുനി ഉപദേശിക്കുന്നത്. ബ്രഹ്മാവ് ലോക സൃഷ്ടിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം, കയ്യ്, തുട, കാല് എന്നീ അവയവത്തിൽ എന്തുണ്ടാവുന്നു? ക്രമത്തിൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യൻ, ശൂദ്രൻ എന്ന് 4 വർണ്ണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യ്, തുട, കാല്, മുഖം. ഇതില് മുഖത്താരാണ്? ബ്രാഹ്മണൻ. കയ്യിലാരാ? ക്ഷത്രിയൻ. തുടയില് വൈശ്യൻ, കാലില് ശൂദ്രൻ. ഇങ്ങനെ ബ്രഹ്മദേവന്റെ 4 അവയവങ്ങളിൽ നിന്നാണ് ഈ 4 വർണ്ണാശ്രമ ധർമ്മങ്ങൾ ഉണ്ടാവുന്നത്. അതനുസരിച്ച് ആ വിഭാഗം ആത്മവൈ പുത്ര നാമസി എന്നതുകൊണ്ട് അച്ഛൻ തന്നെയാണ് മകനായി ജനിക്കുന്നതെങ്കിലും തപസ്സിന്റെ കുറവ് കാരണം ജാതിയിൽ മാറ്റമുണ്ടാകുന്നു. നമ്മളൊരു നല്ല പ്രവൃത്തിയൊക്കെ ചെയ്ത് മരിക്കുകയാണെങ്കിൽ നമ്മൾ ഉയർന്ന ജാതിയിൽ ജനിക്കും. ഉയർന്ന ജാതിയിൽ ജനിച്ചിട്ട് മാംസവും മദ്യമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ദുരിതമായിരിക്കും. നമ്മൾ ഈ ജന്മത്തും രക്ഷപ്പെടില്ല, ഇനി മുന്നോട്ടുള്ള ജന്മങ്ങളിൽ നമ്മൾ രക്ഷപ്പെടില്ല, അത് ഉറപ്പാണ്. നല്ല ഒരു വിത്ത് വളക്കൂറുള്ള നല്ല മണ്ണിൽ വിതച്ചാലും വളം ചേർക്കാത്ത ഒരു സാധാരണ മണ്ണിൽ കൊണ്ടുപോയി വിതച്ചാലും വിളവിന് വ്യത്യാസം ഉണ്ടാവില്ല. നല്ല വിത്ത് കൊണ്ടുപോയിട്ട് വളമുള്ള മണ്ണിലും വളമില്ലാത്ത മണ്ണിൽ ചേർത്താലും അത് വളരും, നല്ല വിത്താണെങ്കിൽ. അതുപോലെയാണ് മക്കൾക്ക് ജാതി വ്യത്യാസം വരുന്നത്. തപസ് കൊണ്ടും കർമ്മത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടും ഒരാൾക്ക് ഉയർന്ന ജാതിയിൽ ജനിക്കാൻ പറ്റും. നല്ല ഒരു ജീവിതമാണ് നമ്മൾ മുൻപേ ചെയ്തതെങ്കിൽ നമുക്ക് ഉയർന്ന ജാതിയിൽ ജനിക്കാം. ഉയർന്ന ജാതിയിൽ നമ്മൾ ജനിച്ചിട്ട് നമ്മൾ വീണ്ടും തെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ അവസ്ഥ? ഭയങ്കര ദുരിതമായിരിക്കും. ബ്രഹ്മാവിന്റെ ശരീരത്തിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് ജാതിയിൽ തമ്മിൽ ഉച്ചനീചത്വഭാവം കൽപ്പിക്കുന്നതിൽ അർത്ഥമില്ല. ഒരു അച്ഛന്റെ മക്കളാണ് ഈ 4 ജാതിക്കാരും. ബ്രാഹ്മണനായാലും ശൂദ്രനായാലും വൈശ്യനായാലും ആരായാലും ക്ഷത്രിയനായാലും ആരായാലും ഒരച്ഛന്റെ ശരീരത്തിൽ നിന്നുണ്ടായതാണ്. അത് ബ്രഹ്മദേവനിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് ഈ 4 ജാതിക്കാരും തമ്മിൽ വ്യത്യാസം കൽപ്പിക്കാൻ പാടില്ല. ഉച്ചനീചത്വ ഭാവം ചെയ്യാൻ പാടില്ല. എല്ലാവരും സ്വന്തം ധർമ്മം അനുഷ്ഠിച്ചാലാണ് നമ്മുടെ സമുദായം എന്താവല്? അഭിവൃദ്ധിപ്പെടുക. പ്രതിഗ്രഹം വാങ്ങുക, യജിപ്പിക്കുക, വേദം പഠിപ്പിക്കുക, ഇതൊക്കെ ബ്രാഹ്മണർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ക്ഷത്രിയന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക. കൃഷി, പശു സംരക്ഷണം, കച്ചവടം, ഇതൊക്കെ ആരുടെയാണ്? വൈശ്യന്റെ ധർമ്മമാണ്. ശൂദ്രന്മാരുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ ദ്വിജന്മാരെ ശുശ്രൂഷിക്കുക. അതായത് കുറച്ചുകൂടി ഉയർന്ന ആൾക്കാർ, ഈ ബ്രാഹ്മണന്മാരെയും ക്ഷത്രിയന്മാരെ പോലെയുള്ളവർക്ക് ഹെൽപ്പായിരിക്കുക എന്നതാണ്. 4 ജാതിക്കാരുടെ വിശേഷ ധർമ്മങ്ങളുമാണ് നമ്മളിപ്പോ പഠിച്ചത്. കുറച്ച് ബോറടിക്കുന്നുണ്ട് അല്ലേ? കോട്ടെ, സാരില്ല, നമുക്ക് കേട്ട് പോവാം. എനിക്കറിയാം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട് എന്നുള്ളത്. കോട്ടെ, നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളല്ലേ. ചില ഫിസിക്സ് ക്ലാസ്സിൽ, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫിസിക്സ് കെമിസ്ട്രി ക്ലാസ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ അയ്യോ എന്താ ഇത്, ഇങ്ങനെ കണ്ണ് തുറന്നിരുന്ന് ഉറങ്ങും. ആ പീരീഡ് കഴിയുമ്പോഴത്തേക്കും എന്താ ഇവിടെ എടുത്തത്, ഒന്നും മനസ്സിലായില്ല എന്ന്. അതേപോലെ ആവുന്നുണ്ടല്ലേ? കുഴപ്പമില്ല മാതാജി, വർക്ക് കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. മറ്റന്നാളും അതിൻ്റെ പിറ്റേന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ക്ലാസ് ഇപ്പോൾ 2-3 ദിവസമായില്ലേ ക്ലാസ് ഇങ്ങനെ പെൻഡിങ് വെച്ച് പോകുന്നു. ഇനിയും പെൻഡിങ് വെച്ചാൽ ശരിയാവില്ല, മോശമല്ലേ? അത് കേൾക്കാൻ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. അവരെ നമ്മൾ നിരാശപ്പെടുത്തരുത്. ഷൂട്ടെന്ന് പറയുന്നത് എൻ്റെ സ്വകാര്യമായിരിക്കുന്ന ഒരു വർക്കാണ്. ഈ ലൈവ് കാണുന്ന എല്ലാവർക്കും ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ഞാൻ അവരുടെ ആ ഒരു, ഇപ്പം എൻ്റെ ഒരു കാര്യം, എനിക്ക് ചുറ്റും ഇത്രയും ആൾക്കാർ നിൽക്കുമ്പം പ്രയോറിറ്റി നോക്കുമ്പം ഇതല്ലേ ഉയർന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല.
അപ്പൊ അമ്മ ഒന്ന് അമ്മൂനെ കൊണ്ട് അയൺ ചെയ്യിപ്പിക്കാം കുറച്ചൊക്കെ. പിന്നെന്താ പറയുന്നത്? അഹിംസ, അപ്രമാദം, ആനുർശാസ്യം, ദാനം, ആതിഥ്യം, സത്യം, അക്രോധം, സ്വന്തം ഭാര്യയിൽ മാത്രം തൃപ്തി, ശുചിത്വം, അസൂയ, ആത്മജ്ഞാനം, തിതിക്ഷ എന്നിവ എല്ലാ വർണ്ണങ്ങളും അനുഷ്ഠിക്കേണ്ടതാണ്. മനസ്സിലായില്ലേ? ഇവയിൽ വീഴ്ച വരുത്തുന്നത് അധപ്പതനമാണ് ഫലം. നമ്മൾ ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ധാർമ്മികതയിൽ നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? സ്വന്തം കർമ്മങ്ങളാൽ സജ്ജനങ്ങളെ സേവിച്ചാൽ ഉയർച്ചയും ഉണ്ടാവും, ശ്രേയസ്സും ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ എന്താ പറയാ, ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കുറച്ച് നമ്മുടെ ധാർമ്മികത കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ എന്താ പറയാ, സജ്ജനങ്ങളെ, അതായത് ഇടയ്ക്ക് നമുക്ക് കുഞ്ഞു കുഞ്ഞു കഥയൊക്കെ പറയാം. സജ്ജനങ്ങളെ നമ്മൾ സേവിക്കണം എപ്പോഴും. നമുക്ക് ചുറ്റുമുള്ള നല്ലവരായിരിക്കുന്ന, അയ്യോ ഒരു മിനിറ്റ് കേട്ടോ, சொல்லமோ, ஹலோ, கேஸ் ஆயிடுச்சுங்க வீட்டில். இல்லை இப்போ மகேஸ்வரி அக்கா வீட்டில் சமைச்சிட்டு இருக்க அவந்திக்காவும் பிந்து அம்மாவும் புட்டு. தோசை மாவு இல்லை, கடை க்ளோஸ்டு. நீ எதுவும் வாங்கிட்டு வர வேண்டாம், நீ சீக்கிரம் வா, கொஞ்சம் அயனிங் இருக்கு, சீக்கிரம் வா. எனக்கு காலையில் 7 மணிக்கு ஷூட்டு. ஆமாம், அயன் இல்லை கிளாஸ் எடுத்துட்டு இருக்கு, கொஞ்சம் அயன் பண்ணி கூட வந்துட்டு. ഓക്കേടാ. അമ്മുവാ വിളിച്ചത് നമ്മുടെ, പാവം. അവളെ വിളിച്ചിട്ട് പറയാണ് അവൾക്ക് ഗ്യാസ് ഇല്ലല്ലോ, ദോശ ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞു ദോശമാവിൻ്റെ കട തന്നെ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞു. അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാൻ പുട്ടുണ്ടാക്കി കൊടുക്കുക, എവിടെയും ഗ്യാസ് തീർന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞാൻ അപ്പുറത്തെ വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ, എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരണം. ഞാൻ പറഞ്ഞു ഒന്നും വാങ്ങിച്ചിട്ട് വരണം, വേഗം വന്നിട്ട് എനിക്ക് എൻ്റെ തുണി ഇത്തിരി ഇട്ട് തരാൻ പറഞ്ഞു. അയ്യോ നാരായണ. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത്, ഗുണകർമ്മങ്ങളാൽ ഉയർച്ച പ്രാപിച്ച ഒരു ശൂദ്രനെ ബ്രാഹ്മണനായി തന്നെ കാണണം. ഏറ്റവും താഴ്ന്ന ഒരു ജാതിയിൽ, ജാതി പറയില്ല കേട്ടോ, ഏറ്റവും താഴ്ന്ന ജാതിയിൽ ജനിച്ചൊരു വ്യക്തി, ആ വ്യക്തി ഒരു ബ്രാഹ്മണനെ പോലെ ജീവിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ പോലും നമ്മൾ ബ്രാഹ്മണനായി കാണണം എന്നാ പറയുന്നത്. നല്ല നിലയിൽ സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്ന ശൂദ്രൻ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കും. നല്ല രീതിയിൽ നമ്മളിപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ ബ്രാഹ്മണനല്ല, ബ്രാഹ്മണ കുലത്തിലല്ല ജനിച്ചെന്ന് വിചാരിക്കാം. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ബ്രാഹ്മണീയ രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ അടുത്ത ജന്മത്തിൽ നമ്മൾ ആരായി മാറും? ബ്രാഹ്മണനായി മാറും. മനുഷ്യൻ അവന്റെ കർമ്മം തെറ്റിക്കുന്നത് കൊണ്ട് ജാതിയും ധർമ്മവും ദുഷിച്ചു പോകും. നമ്മൾ ഈ ജന്മത്തിൽ നല്ല പ്രവൃത്തിയൊന്നും ചെയ്യാതെ ദുഷ്ടനായിട്ടൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ദുഷ്ടനെ ഈശ്വരൻ പന പോലെ വളർത്തും. എന്നിട്ട് അവൻ്റെ ദുഷ്ടത്തരം കൂട്ടി 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 അടുത്ത ജന്മത്തിൽ അവനെ അങ്ങോട്ട് ഏറ്റവും നശിച്ച ജീവിതം കൊടുക്കും. അതാ കിട്ടുക. അഹിംസയാണ് എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ഉത്കൃഷ്ടമായിട്ടുള്ളത്. നമുക്കൊരു ഹിംസയും വേണ്ട, ആരെയും വേദനിപ്പിക്കണ്ട. മനുഷ്യനെ എപ്പോഴും കാക്കുന്ന ഒരേ ഒരു ധർമ്മം എന്ന് പറയുന്നത് അഹിംസയാണ്. ആരെയും ഹിംസിക്കാതിരിക്കുക, ആരെയും നമ്മൾ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക, ഒറ്റപ്പെടുത്താതിരിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക. നമ്മളോട് ഇങ്ങോട്ട് വന്നാലും പറഞ്ഞോളൂ പറഞ്ഞോളൂ, എത്ര വേണേലും പറഞ്ഞോളൂ, അടുത്ത ജന്മത്തിൽ എനിക്കൊരു നാശജന്മം വേണ്ടേ എന്ന മനോഭാവത്തിൽ നിൽക്കാം, ഒന്നും പറയണ്ട. പരാശരമുനി പറയാണ്, പിതാവ്, മാതാവ്, ഗുരുനാഥൻ, ഗുരുപത്നിമാർ ഇവരോട് ഭക്തി കാണിക്കാത്തവൻ ഒരിക്കലും ഔന്നിത്യം നേടാൻ കഴിയില്ല. എന്താ പറയുന്നത്? അച്ഛൻ, അമ്മ, ഗുരുനാഥൻ, ഗുരുനാഥന്റെ ഭാര്യ ഇവരോട് ഭക്തി കാണിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കലും കാണിക്കാത്ത വ്യക്തി രക്ഷപ്പെടൂല എന്നാ പറയുന്നത്. അവരോട് ഭക്തി ബഹുമാനങ്ങൾ കാണിക്കുന്നതോടുകൂടി അവർക്ക് അനുകൂലമായി സംസാരിക്കുകയും അവരുടെ ക്ഷേമം അന്വേഷിക്കുകയും പെരുമാറ്റത്തിൽ വിനയം കാണിക്കുകയും ചെയ്യണം. അവരുടെ സുഖസൗകര്യങ്ങൾ അന്വേഷിക്കണം, അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് അന്വേഷിക്കണം, അവരോട് സംസാരിക്കുമ്പോൾ വിനയത്തോടെ സംസാരിക്കണം. മർത്യർക്ക് പിതാവ് ദൈവമാണ്. അച്ഛൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? മർത്യർ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് അച്ഛൻ എന്ന് പറഞ്ഞാൽ ദൈവമാണ്. മാതാവിലും മീതയായിട്ടാണ് പിതാവിനെ പറയുന്നത്. അമ്മയേക്കാൾ മുകളിലാണ് അച്ഛന്റെ സ്ഥാനം. എന്തെന്നാൽ അച്ഛനാണ് ജ്ഞാനം നൽകുന്നത്, അല്ലെ? അച്ഛനാണ് നമുക്ക് അറിവ് പകരുന്നത്. എനിക്കൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പകാലത്തിൽ ഏകദേശം
വയസ്സൊന്നും ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ. LKG പഠിക്കാൻ തോന്നുന്നുണ്ട്. LKG പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛൻ എന്നെ മടിയിലിരുത്തും. ഇങ്ങനെ ചമ്രം മടിയിൽ നിന്നിട്ടാണ് അച്ഛൻ ഭക്ഷണം കഴിക്കുക. അച്ഛൻ ടേബിളിലൊന്നും ഇരുന്ന് കഴിക്കില്ല, തറയിലിരുന്നാണ് കഴിക്കുക. അപ്പോൾ ഇരിക്കുമ്പം അച്ഛൻ ഇരുന്നിട്ട് അച്ഛൻ്റെ വലത് കാലിൻ്റെ തൊടയിൽ എന്നെ ഇങ്ങനെ ഇരുത്തും. എന്നിട്ട് അച്ഛൻ ഒരു കൈ കൊണ്ട് ഇങ്ങനെ എൻ്റെ വയറിൻ്റെ ഇവിടെ ഇങ്ങനെ ആയിട്ട് പിടിക്കും. അച്ഛൻ്റെ മടിയിൽ ഇരുത്തിയതിരിക്കല്ലേ എന്നെ. മറ്റേ കൈ കൊണ്ട് അച്ഛൻ ചോറ് വാരി കഴിക്കും. അപ്പം അച്ഛൻ ഇച്ചിരി ചോറ് എൻ്റെ വായിലും വെച്ചിരും. എന്നിട്ട് അവിടെ ഇരുന്ന് ഞാൻ തിന്നും. അങ്ങനെ തിന്ന് അച്ഛൻ അങ്ങനെ എനിക്ക് കൂട്ടിത്തരാറ്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും രാത്രിയാവുമ്പം ഇപ്പോഴും അതെ, അച്ഛൻ നൈറ്റ് പത്രം വായിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്സൊക്കെ വായിക്കും. അപ്പം അച്ഛൻ എന്താണെന്ന് വെച്ചാൽ എന്നെ അടുത്തിരുത്തിയിട്ട് കുറേ കഥകൾ പറഞ്ഞുതരും. ഉണ്ണിയാർച്ചയുടെ കഥ, അതുപോലെ ഭഗത് സിംഗിൻ്റെ കഥ, അങ്ങനെ അർജുൻ്റെ കഥ, കുറേ കഥകൾ, അങ്ങനെ ഇഷ്ടം പോലെ കഥകൾ അച്ഛൻ പറഞ്ഞെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഓർമ്മയിലുണ്ട് എനിക്ക്. കൃഷ്ണൻ്റെ കഥ, മഹാദേവൻ്റെ കഥ, അയ്യപ്പസ്വാമി, പറശ്ശിനിക്കടവ് മുത്തപ്പൻ, ഇങ്ങനെ ഓരോരോ കഥകൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു തരും. അതിപ്പോഴും പറഞ്ഞു തരും. ഇപ്പോഴും ഞാൻ വീട്ടിൽ ചെന്നാൽ അച്ഛനും ഞാനും കൂടെ ഇങ്ങനെ, ഞാൻ എവിടെയെങ്കിലൊക്കെ ഇരിക്കേണ്ടതിൽ അച്ഛൻ അടുത്ത് വന്നിരിക്കും. അച്ഛൻ ഇരുന്നിട്ട് അച്ഛൻ്റെ ചില ആക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഇരുന്നിട്ട് അച്ഛൻ ഇങ്ങനെ ഇരുന്നാൽ ഞാൻ പറയും, എന്തേ, അല്ല ഞാൻ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാലേ അമ്പിളി, നീ ഇപ്പം ഭാഗവതം എവിടം വരെ വായിച്ചു? അപ്പം ഞാൻ പറയും, ഭാഗവതം ഇത്രത്തോളം വായിച്ചു. അത് നീ ട്രെയിനിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് വായിക്കുന്നതിനോട് അച്ഛൻ എന്തോ ഒരു ഓക്കെ ശ്രീനൻ പ്രഭു, ഒരു ഇഷ്ടക്കേടുണ്ട്. നീ അത് സ്വസ്ഥമായി വീട്ടിലിരുന്നിട്ട് നമുക്ക് ഒരു പേജ് വായിച്ചാൽ മതി. കാരണം നീ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കുന്നതല്ലേ, അപ്പം അവർക്ക് സംശയമില്ലാതെ പറഞ്ഞു കൊടുക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനങ്ങ് തുടങ്ങും. കുറേ ഉപദേശങ്ങളാണ്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക? അച്ഛൻ മിണ്ടായിരിക്കും. അച്ഛൻ എന്താ അറിയാം, ഞാൻ അതൊക്കെ എടുക്കുന്നതാണ്, ഞാൻ പാടില്ല, അത് പറയാൻ പാടില്ല. കാരണം എന്താ അറിയോ, ഒരിക്കലും നമ്മൾ അവരെക്കാൾ മുകളിൽ എത്തിയിട്ടില്ല. എന്നും അച്ഛന് നമ്മൾ കുട്ടികളാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എത്ര നമ്മൾ വളർന്നാലും, ഏത് വലിയ സപ്താഹ യജ്ഞം ചെയ്യാൻ നമുക്ക് കഴിവ് കിട്ടിയാലും അനുഗ്രഹം കിട്ടിയാലും അച്ഛന് മുമ്പിൽ നമ്മൾ കുഞ്ഞുങ്ങളാ, ഇപ്പോഴും വകതിരിവില്ലാത്ത കുട്ടികൾ. അങ്ങനെ കാണാനേ അവർക്ക് സാധിക്കൂ. അവർക്കുള്ളിൽ നമ്മൾ എന്നും മക്കളാണ്. നമ്മൾക്ക് ഇത്രയും വയസ്സായെന്നോ നമ്മൾ ഇത്രയും ആയെന്നോ ഒന്നും അവർക്ക് മനസ്സിലാവില്ല. അതൊരിക്കലും മനസ്സിലാവില്ല. അവർക്ക് എന്നും നമ്മൾ മക്കളാണ്. അപ്പം ഞാൻ എന്താ പറയാന്നറിയാം, അച്ഛൻ പറഞ്ഞതൊക്കെ ശരി തന്നെ, പക്ഷെ എനിക്ക് സമയമില്ലല്ലോ. സമയമില്ല നീ എന്താ പറയണത്? നീ സമയം ഉണ്ടാക്കണം. 24 മണിക്കൂറല്ലേ എല്ലാവർക്കും തന്നിരിക്കുന്നത്. സമയം ഉണ്ടാക്കി അത് കണ്ടെത്തി വായിക്ക്. അതങ്ങനെ ഇരിക്കുക, അങ്ങനെ വായിക്കണം. അതാണ് അതിൻ്റെ ശരി. നീ ഭക്ഷണം കഴിക്കില്ലേ, നീ ഉറങ്ങണില്ലേ, നീ മൊബൈൽ നോക്കണില്ലേ, നീ എല്ലാവരോടും സംസാരിക്കണില്ലേ, ഇതിനും സമയം കണ്ടെത്ത്. അങ്ങനെയാണ് അച്ഛൻ്റെ ആറ്റിറ്റ്യൂഡ്. അമർജിത്തൊക്കെ വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ സംസാരിച്ചിരുന്നിട്ട് അമർജിത്തിനോടല്ലേ. അപ്പം അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെയൊക്കെ പാരൻസിന്. സോ എപ്പോഴും അങ്ങനെ ആയിരിക്കുക. ഒരിക്കലും നിങ്ങൾക്ക് എന്തറിയാം, അല്ലെ അച്ഛൻ എന്തറിയാം, എനിക്കറിയാം എൻ്റെ കാര്യം ചെയ്യേണ്ട, അങ്ങനെയൊന്നും ഒരിക്കലും അച്ഛന്മാരോട് ഇവൻ അച്ഛനോടും അമ്മേനോടും സംസാരിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, അവരുടെ എന്നും അവർക്ക് കീഴ്പ്പെട്ട് ഒരുപക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ലായിരിക്കാം. എങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാം. നമ്മൾ അങ്ങോട്ട് അവരെ തിരിച്ച് നമ്മൾ പഠിപ്പിക്കാതിരിക്കുക. എനിക്കിഷ്ടമല്ല അത്. അങ്ങോട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കാന്ന് പറയുന്നതിന് അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം, എനിക്ക് ഇറിറ്റേറ്റഡ് ആവും എനിക്ക്. കാരണം കേട്ടിരുന്നാൽ അവരെത്ര അവരുടെ മനസ്സ് സന്തോഷിക്കുന്നു എന്നറിയാമോ? സീരിയസ്ലി. കഴിഞ്ഞ ദിവസം അച്ഛൻ എന്നോട് പറയാണ്, വിളിച്ചപ്പോഴേ, ഇങ്ങനെ അമ്പലങ്ങൾ തന്നെയല്ലേ, ഇനി എന്നാ അങ്ങോട്ടേക്കൊക്കെ? ഞാൻ പറയും, വരാ അച്ഛാ. മൂകാംബികയിൽ പോയിരുന്നപ്പോൾ. എന്താ ഇപ്പൊ കഥ നിന്റെ? എപ്പം നോക്കിയാൽ അമ്പലം അല്ലേ? വിളിച്ചു കഴിഞ്ഞാൽ പറയാം, അച്ഛാ ഷൂട്ടിലാണെന്ന് പറയും. ഷൂട്ട് തീരാൻ കാത്തിരിക്കല്ലോ നീ, ചെന്നൈയിൽ നിന്ന് പെട്ടിയും കിടക്കെടുത്ത് ഓടാൻ. എന്നിട്ട് നീ പിന്നെ വരുന്നത് ഇപ്പോൾ. നല്ലത് തന്നെ, ഇല്ലാന്നല്ല. അപ്പം ഞാൻ ചോദിച്ചേ, എന്നെ ആരെങ്ങനെ ആക്കിയത്? അത് പറയും. മര്യാദയ്ക്ക് ചാടിത്തുള്ളി നടന്ന ഞാനല്ലേ, എന്നെ ഇങ്ങനെ ആക്കിയത് ആരാ? അത് ഞാൻ തന്നെ. ഞാൻ പറയാം, അപ്പം പിന്നെ ഇനി പറയണ്ട, അയ്യടാ എന്ന് പറയുമ്പോൾ, അല്ല അതാ നല്ല കാര്യമാണ് അച്ഛൻ ചെയ്തത്. ഞാൻ പറഞ്ഞു, പിന്നെ അച്ഛൻ എന്തിനാ ഇപ്പൊ പറയുന്നത്? അപ്പൊ വെറുതെ നിന്റെ ബാക്കി ഇവിടെ വീട്ടിൽ വളരണുണ്ട്. ഞാൻ ആരാ? ലക്ഷ്മിയെ. ഞാൻ പറഞ്ഞേ, 5:30 മണിയാകുമ്പോൾ എണീറ്റ് കുളിച്ചിട്ട് അവള് അമ്പലത്തിലേക്ക് ഒരു പോക്കാ, വീട്ടിൻ്റെ അടുത്ത് അമ്പലം ഉണ്ടല്ലോ,
പിന്നെ 8:30 മണിക്ക് അവള് വീട്ടിൽ കയറി വരുന്നത്. അമ്പലത്തിൽ തന്നെ ഭക്ഷണവും അവിടെ മണിമുട്ടാനും പ്രസാദം കൊടുക്കാനൊക്കെ നിൽക്കുന്ന ജോലിയാ. ഞങ്ങൾ ഇവിടുന്ന് പറയും അത് പണ്ടത്തെ അമ്പിളിയാണെന്ന്. അങ്ങനെയാണ് അച്ഛൻ പറയാറ്. അത് പണ്ടത്തെ അമ്പിളിയാണ്, അമ്പിളിയുടെ ബാക്കിയാണ്. എന്നിട്ട് പറയും എൻ്റെ മമ്മയെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ, അങ്ങനെ അവള് ചോദിക്കുക, എൻ്റെ മമ്മയെ കുറ്റം പറയല്ലേ. എന്നിട്ട് അപ്പൊ അവര് പറയും ഇതൊരു വേറൊരു അമ്പിളിയാണ് ഇപ്പൊ ഈ വളർന്നു വരുന്നത് എന്ന് ഫാമിലിയിൽ എല്ലാരും പറയും അത്ര. അപ്പോ നമ്മള് അതൊക്കെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ. അങ്ങനെ നമ്മൾ നമുക്ക് തന്നെ സ്വയം സന്തോഷം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാഹചര്യം. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, പാരൻസിനോട് ഇടപെടുക. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവർക്ക് ഭയങ്കര ഓവർ കോൺഷ്യസ് ആയിരിക്കും, നമ്മൾ എന്തെങ്കിലും ആയിപ്പോവോ, നമ്മൾ എവിടെയാണ്, എന്താണ്. അപ്പം പറഞ്ഞാൽ മനസ്സിലാവുന്ന പാരൻസ് ആണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. പറഞ്ഞാൽ മനസ്സിലാവാത്തവരോട് നമ്മൾ പറയാതിരിക്കുക, ബഹളം കൂട്ടാതിരിക്കുക. ഇതാണ് എൻ്റെ ഒരു പോളിസി. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാര്യത്തിൽ എനിക്ക് എൻ്റെ പാരൻസ് 4 പേരും പറഞ്ഞാൽ മനസ്സിലാവുന്നവരാണ്. കാര്യം പറഞ്ഞാൽ ഞാൻ ഇന്ന സ്ഥലത്താണ്, ഞാൻ ഇന്ന കാര്യത്തിന് വന്നതാണ്, എൻ്റെ കൂടെ ഇന്ന ആളുകളാണ് ഉള്ളത്, എനിക്ക് ഇങ്ങനെയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ കുഞ്ഞിലേ ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാം പറയും, ഞാനൊന്നും മറച്ചു വെക്കാറില്ല. പക്ഷെ അതുപോലെ തന്നെ അവർക്ക് എന്നെ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരാളോട് ഇടപെടുമ്പോഴും ഒരാളെ കൂടെ പോകുമ്പോഴും വരുമ്പോഴും, ഈവൻ എൻ്റെ റൂമിൽ ഒരാള്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് കിടക്കും, അച്ഛൻ ഇന്ന ആളാണല്ലേ, അമ്മ ഇന്ന ആളാണ്, അത് അവർക്ക് അറിയാം. അതുകൊണ്ട് ആ പ്രോബ്ലംസ് അവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ പറയാ, എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. ഇപ്പൊ നിങ്ങൾ ആരെൻ്റെ വീട്ടിൽ വന്നാലും നിങ്ങളെ കേൾക്കാൻ അവിടെ ഒരു അച്ഛനുണ്ട്. അതെൻ്റെ വീട്ടിൽ വന്നവർക്ക് അനുഭവമുള്ളതാണ്. നിങ്ങളെ കേൾക്കാനും നിങ്ങളുടെ സങ്കടം കേൾക്കാനും നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാനും ഞാൻ എന്നും നെഞ്ചിൽ കൈവച്ച് അഭിമാനത്തോടെ പറയും അവിടെ എനിക്കൊരു അച്ഛനുണ്ടെന്ന്. പക്ഷെ എൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് അച്ഛൻ്റെ അത്ര കാര്യങ്ങൾ അറിയില്ല. അത് അമ്മയെ താഴ്ത്തി പറയുന്നതല്ല, കാരണം ഞങ്ങളെല്ലാവരും അച്ഛൻ്റെ ഷാഡോയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ വീട്ടിൽ വോയിസ് അച്ഛൻ്റെയാണ്. അപ്പം അച്ഛൻ്റെ ഷാഡോയിലുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അച്ഛനാണ് വലുത്. അപ്പം അവിടെ ആ അച്ഛനുണ്ട്. ആ അച്ഛൻ അവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എന്നും ഒരു സൊല്യൂഷൻ ഉണ്ട്. അതിപ്പം ഞാനെന്നല്ല, നിങ്ങൾ ആര് വന്നാലും അച്ഛാ മഞ്ചരീസ് എന്നാണെന്ന് പറഞ്ഞ അച്ഛൻ വാ കയറിയിരിക്കുക, എവിടുന്ന് വരുന്നില്ലേ, ചായ എടുത്തു കൊടുക്ക്, ചായ കുടിക്കല്ലോ അല്ലേ. അതെല്ലാം മറ്റേ ആ കാപ്പിയാണെങ്കിൽ അവൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കുറച്ച് ബോട്ടിൽസ്, അപ്പോൾ അത് വേണമെങ്കിൽ അത് ഇട്ട് വെക്കാം, നിമിഷേ അവിടെ എന്താ കഴിക്കാനുള്ളത് എന്ന് പറയും. ഇത് കഴിഞ്ഞിട്ടേ അച്ഛൻ സംസാരിക്കാനിരിക്കും. എവിടുന്ന് വരുന്നു, വീട്ടിലാരൊക്കെ ഉണ്ട് എന്നാണ്. അങ്ങനെ കാര്യങ്ങൾ പറയുമ്പം കേൾക്കാൻ അവിടെ ഒരു അച്ഛനുണ്ട്. അത് ഏറ്റവും വലിയൊരു അഭിമാനം തന്നെയാണ്, സീരിയസ്ലി. അപ്പം ഇവിടെ പറയുന്നു, മാതാവിലും മീതയായിട്ടാണ് പിതാവിനെ പറയുന്നത് അല്ലെ. എന്തെന്നാൽ പിതാവാണ് ജ്ഞാനം നൽകുന്നത്. ഒരുവനെ മനുഷ്യനാക്കി തീർക്കുന്നത് അച്ഛനാണ്. ചിന്തിച്ചു നോക്കണം, ഒരാളെ മനുഷ്യനാക്കി തീർക്കുന്നത് അച്ഛനാണ്. മാന്യന്മാരെ മാനിക്കുക ശ്രേയസിലേക്കുള്ള മാർഗമാണ്. അത് നമ്മൾ ഓർക്കണം. മാന്യതയുള്ള വ്യക്തികളെ മാനിക്കുക എന്ന് പറയുന്നത് ശ്രേയസിലേക്കുള്ള ഒരു മാർഗമാണ്. ആയുസ് അവസാനിക്കുമ്പോൾ മരണം താനെ വന്നു ചേരും എല്ലാവർക്കും അല്ലേ. നമ്മുടെയൊക്കെ ആയുസ് തീരുമ്പം മരണം താനേ വരും. ശരീരം പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു പോകും. അവനെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല. ആയുസ് അവസാനിച്ചിട്ടില്ലെങ്കിലോ അവനെ കൊല്ലാൻ ആർക്കും സാധ്യമല്ല. ആയുസ് ഒടുങ്ങിയവൻ പെട്ടെന്നായിരിക്കും മരിച്ചു പോവുക. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റുന്നത് പോലെ അവൻ ശരീരം വിട്ട് മറ്റൊരു ശരീരം സ്വീകരിച്ച് ജീവിതം തുടങ്ങും. അതിന് മരണമല്ലാതെ വേറെ വഴിയില്ല. മരണത്തിന്റെ ശേഷം ഇന്ദ്രിയങ്ങളുടെയും മനോബുദ്ധികളുടെയും തീർച്ചയായിട്ടും മനോബുദ്ധികളുടെയും സൂക്ഷ്മമാകുന്ന സൂക്ഷ്മദേഹത്തിൽ ആത്മാവ് വസിക്കുന്നു. അവൻ ചെയ്തിട്ടുള്ള പുണ്യകർമ്മങ്ങളുടെ പാപകർമ്മങ്ങളുടെ ഫലവും വാസനയും അവനെ അനുഗമിക്കുന്നു. അതനുസരിച്ചുള്ള ഒരു ദേഹമാണ് അടുത്ത ജന്മത്തിൽ അവൻ സ്വീകരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചുള്ള ഒരു ശരീരമാണ് നമുക്ക് അടുത്തതായിട്ട് കിട്ടുന്നത്. സ്ഥൂല സൂക്ഷ്മ കാരണമുള്ള ദേഹം നശിക്കുമ്പോൾ എന്താണ്,
സ്ഥൂല സൂക്ഷ്മ കാരണദേഹങ്ങൾ അവസാനിക്കുമ്പോൾ, നശിക്കുമ്പോൾ ആത്മാവിന് പുനർജന്മത്തിൽ നിന്ന് മോചനം കിട്ടുന്നു. ഗോയിങ് ഔട്ട് ഓഫ് സ്റ്റോറി മാതാജി. ഇല്ലേ പ്രഭു, ഒരിക്കലുമല്ല. എനിക്ക് മഹാഭാരതത്തെക്കാളും ഗീതയെക്കാളും വലുതാണ് എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ ഉണ്ടായിട്ടാണ് ഞാൻ ഇതെല്ലാം പഠിച്ചതും ഇതെല്ലാം അറിഞ്ഞതും. അച്ഛനെക്കുറിച്ച് പറയാവുന്ന അത്രയും വാക്കുകൾ എനിക്കൊരിക്കലും ഗീത പറയാൻ കഴിയില്ല. ഒരിക്കലും അത് ഔട്ട് ഓഫ് സ്റ്റോറി അല്ല. എൻ്റെ അച്ഛൻ്റെ സ്റ്റോറി, എൻ്റെ അച്ഛൻ്റെ സാമീപ്യം, എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് എന്നിൽ തന്നെ ജീവിക്കുന്ന കഥയാണ്. മനസ്സിലായില്ലേ? അച്ഛനെ അറിയാത്ത ഒരു വ്യക്തി ഈശ്വരനെ അറിയാൻ ശ്രമിച്ചാൽ അറിയില്ല പ്രഭു. എനിക്ക് എൻ്റെ മഞ്ജരീസ് കുടുംബത്തിലുള്ള ഓരോരുത്തരെയും അച്ഛ അമ്മ എന്ന് വിളിക്കാൻ സാധിച്ചത് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും സ്നേഹിച്ചത് കൊണ്ടാണ്. അവരെക്കുറിച്ച് പറയാൻ കിട്ടുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ എനിക്ക് നൽകുന്ന ഏറ്റവും നല്ല നിമിഷമാണ്. അത് ഔട്ട് ഓഫ് സ്റ്റോറി അല്ല. അവർ കൈപിടിച്ച് നടത്തിയത് മുതലുള്ള ഓരോ കാര്യങ്ങളും ഓർത്തെടുക്കാൻ സാധിക്കുന്നത് തന്നെ അഭിമാനമാണ്. കാരണം ഞാൻ ഇന്ന് ഇവിടെയാണ്. 900 കിലോമീറ്റർ ദൂരെ ഇരിക്കുന്ന അച്ഛൻ അറിയില്ല ഞാൻ അച്ഛനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് അത് ഔട്ട് ഓഫ് സ്റ്റോറി ആയി കാണരുത്. എൻ്റെ അച്ഛനെയും അമ്മയെയും സ്നേഹിച്ചത് കൊണ്ടാണ് എനിക്ക് മഞ്ജരീസിലുള്ള ഓരോരുത്തരെയും സ്നേഹിക്കാൻ സാധിക്കുന്നത്. മനസ്സിലായില്ലേ? ലീവ് ഇറ്റ്. അപ്പോ ഇവിടെ പറയുന്നത് സ്ഥൂല സൂക്ഷ്മ കാരണദേഹങ്ങൾ, അതായത് നമ്മുടെ സ്ഥൂല കാരണവും സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും, ഇത് രണ്ടും നശിക്കുമ്പോൾ ആത്മാവിന് പുനർജന്മത്തിൽ നിന്ന് മോചനം കിട്ടുന്നുണ്ട്. സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും രണ്ടും നശിച്ചാൽ പിന്നെ നമുക്ക് പുനർജന്മം 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 എന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. ഇത് രണ്ടും നശിക്കണമെങ്കിൽ ദാറ്റ് മീൻസ് സൂക്ഷ്മ ശരീരം നശിക്കല്ല കേട്ടോ ചെയ്യുക, ഭഗവാനിലേക്ക് ലയിക്കുകയാണ് ചെയ്യുക. അത് രണ്ടും അങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്താണെന്നറിയോ ചെയ്യുക, നമ്മുടെ പുണ്യകർമ്മങ്ങളുടെ ഇത് കൂടണം, ഗ്രോത്ത് കൂടണം, ഗ്രാഫ് കൂടണം. നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്ത് പുണ്യങ്ങളുടെ ഫലം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായി, നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, ഒരു അരിപ്പ എടുത്തിട്ട് നമ്മൾ അരിച്ചരിച്ച് അവസാനം നല്ല സ്മൂത്തായി കിട്ടില്ലേ, അതേപോലെയാണ് ത്രിവേണിയമ്മ, അതേപോലെയാണ് നമ്മുടെ ജീവിതം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ ഒരു തെറ്റും ഇല്ലാണ്ട് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കൊണ്ടൊന്നും ഒരു തെറ്റും ചെയ്യാതെ പ്യൂർ ആവുന്നത് വരെ ഭഗവാൻ നമ്മളെ ജനിപ്പിക്കും. സീരിയസ്ലി ഭഗവാൻ നമ്മളെ ജനിപ്പിക്കും. ഓരോ പുണ്യം കൂടുന്തോറും നമ്മൾ നല്ല 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 കുടുംബത്തിൽ ഇങ്ങനെ ജനിച്ചു വരും. നല്ല കുടുംബം എന്ന് പറഞ്ഞാൽ പൈസയുള്ള കുടുംബമാണോ? അല്ല. നല്ല കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദർശബോധമുള്ള കുടുംബം, നല്ല വ്യക്തികളുടെ മക്കളായി നമ്മൾ ജനിക്കും. അങ്ങനെ ജനിച്ച് ഗോയിങ് ഔട്ട് സോറി എന്നാണോ പറഞ്ഞത്? സോറി, ഞാൻ വായിച്ചൊന്നും തെറ്റിപ്പോയി, സാരല്ല പോട്ടെ, ക്ഷമിക്കൂ പ്രഭു, ഞാൻ വായിച്ചതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡ് അപ്സെറ്റായി, ക്ഷമിക്കൂ കേട്ടാ, എൻ്റെ മിസ്റ്റേക്കാണ്, ഐ എം സോ സോറി. എന്നാലും നമുക്കത് പറയാൻ പറ്റിയല്ലോ, നല്ല വേർഡ് കിട്ടിയില്ലേ നമുക്ക്? എല്ലാം ഭഗവാന്റെ ലീലകൾ. അപ്പോൾ നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നമുക്ക് പിന്നെയും പാവാ പ്രഭുല്ലേ. സോ ഭഗവാനെ സോറി, ഞാൻ എൻ്റെ കണ്ണ് കണ്ടില്ല, 40 വയസ്സായില്ലേ, കണ്ണ് കണ്ടില്ല, അതുകൊണ്ട് വായിച്ചത് തെറ്റിപ്പോയി, പാവ എന്നെ ചീത്ത കേട്ടോ എന്നോട്. ആ പോട്ടെ, എൻ്റെ ബ്രദറല്ലേ, സാരല്ല, ആങ്ങളെയും പെങ്ങളും ആകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയുണ്ടാവും. പോട്ടെ ഷാജി പ്രഭു, പോയില്ലേ, പൊക്കോളൂ, അങ്ങ് പൊക്കോളൂ, എവിടെ പോകാണ്ടെന്നറിയില്ല, ഇവിടെ ഞങ്ങൾ വേറെ കഥ പറഞ്ഞ അങ്ങ് പോയിട്ട് വരും. ഈശ്വര ക്ഷമിക്കും, അങ്ങ് പോയിട്ട് വരും. അങ്ങയെക്കുറിച്ചല്ല പറഞ്ഞത്, ഞങ്ങൾ വേറെ കഥകൾ പറഞ്ഞതാ അല്ലേ, നമ്മൾ വേറെ കാര്യങ്ങളല്ലേ പറഞ്ഞത്. അങ്ങ് പോയിട്ട് വരും, വേഗം പോയിട്ട് വരും, എവിടെയാ പോകേണ്ടത് വെച്ചാൽ പോയിട്ട് വരും. അപ്പോൾ നമ്മളെ പുണ്യം കൂട്ടി വരുമ്പോൾ എന്തായി, നമ്മൾ വീണ്ടും നമ്മൾ ജനിക്കാതെ നമ്മളൊരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് നമ്മൾ ഒതുങ്ങിപ്പോവും, ഭഗവാനിലേക്ക് ഒതുങ്ങിപ്പോവും. അപ്പം നമുക്ക് ഈ ദുരിതങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരില്ല. മനുഷ്യന്റെ ഏക ശത്രു എന്ന് പറയുന്നത് അജ്ഞാനമാണ്. മനസ്സിലായില്ലേ? അറിവില്ലായ്മ. ഇതാണ് എൻ്റെയും കുഴപ്പം. അറിവില്ലായ്മയാണ് ഒരു മനുഷ്യന്റെ ഏക ശത്രു എന്ന് പറയുന്നത്. അധർമ്മം, അക്രമം മുതലായ ദുഷ്ടകാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അജ്ഞാനമാണ്. ഒരാള് അറിഞ്ഞുകൊണ്ട് ഒരാളെ ഉപദ്രവിക്കില്ല അല്ലെ? അറിവില്ലായ്മ. അയ്യോ, അങ്ങേക്ക് മനസ്സിലായില്ലേ കാര്യം? ഞാൻ അങ്ങയോട് പൊയ്ക്കോളാൻ പറഞ്ഞല്ലേ, ഞങ്ങൾ വേറെ കാര്യം പറഞ്ഞതാ, അങ്ങേ പറ്റിയേ അല്ല പറഞ്ഞത്. ഇവിടെ ശ്രീലത മാതാജി എന്തോ പറഞ്ഞപ്പോ ഞാൻ ചീത്ത പറഞ്ഞത്, അങ്ങേ പറ്റിയല്ല പറഞ്ഞത്. അങ്ങ് പോയിട്ട് വരൂ കേട്ടോ, പാവം അത്, അതിന് വെറുതെ ചീത്ത കേട്ട്.
അയ്യോ കണ്ണടയുണ്ട്, ഞാൻ വെക്കാത്തതാ, റീഡിങ് ക്ലാസ് ഉണ്ട് ഇവിടെ. അങ്ങനെ കളിയാക്കണ്ട കേട്ടോ, നിങ്ങൾക്കൊക്കെ വെക്കേണ്ടി വരും, നോക്കിക്കോ. ആഹാ എന്നെ പറയണല്ലേ കണ്ണട വെക്കാൻ. ഇത് കണ്ടോ കിച്ചു? എന്നോട് ഇത് ആരാ പറഞ്ഞതെന്നറിയോ? ജ്യോതി മാതാജി പറയാ കണ്ണട വെക്കാൻ. അപ്പൊ കിച്ചു പറയും നിങ്ങൾ രണ്ടും മാത്രം വെച്ചാൽ പോരെ, എനിക്കും വേണം ഒരു കണ്ണടാന്ന്. കൃഷ്ണ ഗുരുവായൂരപ്പ. മനുഷ്യന്റെ ഏക ശത്രു എന്ന് പറയുന്നത് എന്താ? അജ്ഞാനം. അധർമ്മം, അക്രമം മുതലായ ദുഷ്ടകൃത്യങ്ങൾ ചെയ്യുവാൻ അവനെ പ്രേരിപ്പിക്കുന്നത് അജ്ഞാനമാണ്. അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ലോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഈ സഹോദരങ്ങൾ തമ്മിലുള്ള കുഴപ്പം ഇതാ, രണ്ടും തമ്മിൽ വിടൂല. ആങ്ങളെയും പെങ്ങളെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചൊറിഞ്ഞ് മാന്തി 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 കയറും. ഇപ്പൊ ഞാനല്ലേ ഷാജിപ്പുറം പോട്ടെ എന്നോട് വഴക്കിടാൻ വരുന്നത്, ഞാൻ ചുമ്മാ പറഞ്ഞതാ, അങ്ങ് പോയിട്ട് വാ. സോറി എന്നുള്ളത് സ്റ്റോറി എന്നായപ്പോ ഒരു ടീ ആണ് പ്രശ്നം, നമ്മളല്ല. ഇതാ പറഞ്ഞത് ടീ കോഫി ഉപേക്ഷിക്കണം എന്ന്. ഇപ്പൊ ടീ ഉപേക്ഷിക്കാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ലേ? സോറി എന്നുള്ളത് സ്റ്റോറി എന്നായി, അപ്പൊ അവിടെ ടീ അല്ലേ പ്രശ്നമായത്. അതാണ് ഭഗവാൻ പറയുന്നത് ടീ വേണ്ട, ടീ ലഹരിയാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ടീ വേണ്ട എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താ പറയണത്? ആ ശത്രുവിനെ ജയിക്കാൻ അസാമാന്യമായിരിക്കുന്ന ക്ഷമയും സഹനശക്തിയും പരിശ്രമവും ആവശ്യമാണ്. അറിവില്ലായ്മയെ ജയിക്കാൻ, അറിവില്ലായ്മയെ ജയിക്കണമെങ്കിൽ നമുക്ക് നല്ല ക്ഷമ വേണം. അതുപോലെ എന്താണ്? സഹനശക്തി വേണം. നന്നായിട്ട് സഹിക്കണം നമ്മൾ, അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കണം നമ്മൾ. ധർമ്മമനുസരിച്ച് പ്രവർത്തിക്കുകയും സജ്ജനങ്ങളോടുകൂടി സംസർഗം ചെയ്യുകയും വേണം. മനസ്സിലായില്ലേ? ധർമ്മം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം, നല്ല ആളുകളുമായിട്ട് നമ്മൾ ഇടപെടണം, ശുഭകർമ്മങ്ങൾ നിസ്വാർത്ഥമായി ചെയ്ത് മനസ്സിനെ ശുദ്ധമാക്കണം, നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ മനസ്സിനെ നമ്മൾ ക്ലിയർ ആക്കി എടുക്കണം. എല്ലാ ജീവജാലങ്ങളോടും സ്നേഹത്തോടെ നമ്മൾ പെരുമാറണം, തപസ്സും ദാനവും സ്വഭാവമാക്കി മാറ്റണം. മനസ്സിലായില്ലേ? ഇത്രയും കേട്ടപ്പോ ജനകൻ ചോദിച്ചു, അല്ലയോ മഹർഷി, ജനങ്ങൾക്ക് എന്ത് ചെയ്താൽ നന്മ കിട്ടും? ഏറ്റവും നല്ല മാർഗം ഏതാണ്? എവിടെ ചെന്നാലാണ് തിരിച്ചു വരേണ്ട എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്നത്? എന്ത് ചെയ്താലാണ് നമുക്കൊരു നാശമില്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നത്? അപ്പം പരാശരമുനി പറഞ്ഞു കൊടുത്തു, രാജാവേ, നല്ല മാർഗം അനാസക്തി പരിശീലിക്കുക എന്നുള്ളതാണ്. വിഷയങ്ങളിൽ ഒന്നും തന്നെ ആസക്തി ഉണ്ടാവുന്നില്ല എങ്കിൽ, അതായത് നമുക്ക് ചുറ്റും കുറെ കാര്യങ്ങളുണ്ട്, ഇതിലൊന്നും നമുക്ക് ആസക്തി ഇല്ല എങ്കിൽ അവന്റെ മനസ്സിൽ ദുഃഖം ഉണ്ടാവില്ല. നമുക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ വിചാരിക്കുമ്പോഴല്ലേ അത് കിട്ടാൻ ഞാൻ ദുഃഖം വരിക. അപ്പൊ അതൊന്നും വേണ്ടാന്ന് വിചാരിച്ചാൽ ദുഃഖം വരൂലല്ലോ. ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ജ്ഞാനം തന്നെയാണ്. സത്യത്തെ പറ്റിയുള്ള ജ്ഞാനമില്ലാത്തത് കൊണ്ട് ജന്മവും ദുഃഖവും എല്ലാം ഉണ്ടാകുന്നു. സത്യം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ? ഈശ്വരൻ, കൃഷ്ണൻ, ഭഗവാൻ, പരമദിവ്യോത്തമ പുരുഷൻ. ആ ഭഗവാനെ കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് നമുക്ക് പുനർജന്മം ഉണ്ടാവുന്നത്. ആത്മപദത്തിൽ എത്തിച്ചേർന്നാൽ, അതായത് ഭഗവാന്റെ പാദങ്ങളിൽ എത്തിച്ചേർന്നാൽ പിന്നെ അജ്ഞാനവും അജ്ഞാന കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഒരു തരത്തിലുള്ള ദുരിതങ്ങളും നമ്മളെ അലട്ടില്ല. അപ്പോൾ ജനന മരണ രൂപമായിരിക്കുന്ന സംസാരത്തിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കും. മരണം എന്താണ്? ജനനം എന്താണ്? പുനർജന്മം എന്താണ്? ആത്മപദം എന്താണ്? നമ്മൾ എങ്ങനെ ജീവിക്കണം? എന്താണ് ജ്ഞാനം? എന്താണ് അജ്ഞാനം? എന്താണ് ആസക്തി? എന്താണ് അനാസക്തി? ഇതൊക്കെ ഒന്ന് പഠിച്ചു. കളിയും ചിരിയും തമാശയുമായിട്ട് ഇതെല്ലാം പഠിച്ചോ ഇല്ലേ? അധർമ്മത്തിന്റെ കയററുത്തിട്ട് ആരാണോ ധർമ്മത്തിൽ കൂടി സഞ്ചരിക്കുന്നത് അവന് നാശം ഉണ്ടാവില്ല. അധർമ്മം എന്ന് പറഞ്ഞ ഒരു കയറാണ്. ആ കയറെടുത്തവൻ ആ കയറിൽ തന്നെ തീരും. അപ്പൊ ആ കയറെടുക്കാതെ ആരാണോ ധർമ്മത്തിലൂടെ ജീവിക്കുന്നത് അവർക്ക് എന്താ ഉണ്ടാവുന്നത്? നാശം ഉണ്ടാവില്ല എന്ന് പറയുന്നു. താമര ഇലയിൽ വെള്ളം നിൽക്കാത്തത് പോലെ മനസ്സിൽ ശുദ്ധി നേടിയിട്ട് ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ടുണ്ടെങ്കിൽ അധർമ്മം ബാധിക്കില്ല. മനസ്സിലായില്ലേ? താമരയിലും ചേമ്പിലപ്പുറത്തൊക്കെ വെള്ളം ഒഴിച്ചാൽ നിൽക്കൂലല്ലോ. സാരല്ലേ ത്രിവേണിയമ്മ? അമ്മയുടെ വയ്യായികയൊക്കെ മാറിയെന്ന് വിശ്വസിക്കുന്നു. കുറഞ്ഞു വരുന്നുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. താമരയിലയില് വെള്ളം നിൽക്കാത്തത് പോലെ മനസ്സിന്റെ ശുദ്ധി നേടിയിട്ട് ഈശ്വര സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ അധർമ്മം ബാധിക്കില്ല. ബ്രഹ്മജ്ഞാനികളെ അവരുടെ കർമ്മഫലവും ബാധിക്കില്ല. രാഗം വിട്ടവനും ദേഷ്യം ഒഴിവാക്കിയവനും എപ്പോഴും നന്നായിരിക്കും. സത്വഗുണ പ്രധാനികളായി കൂട്ടുകൂടിക്കഴിഞ്ഞാൽ, സത്വഗുണം ഉള്ള, ഞാൻ വിളിക്കാം അമ്മേനെ കേട്ടോ, അമ്മേനെ രമണ പ്രഭുവിനെയൊക്കെ വിളിക്കണം, പാവം കുറെ ആൾക്കാരെ വിളിക്കാണ്ട്, വിളിക്കാട്ടോ.
സത്വഗുണമുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ സത്വഗുണം നമ്മളിലേക്കും വരും, അല്ലേ? വിഷയാസക്തനായ മനുഷ്യന് ശാന്തിയും സമാധാനവും ഉണ്ടാവില്ല. ഓരോ കാര്യങ്ങളിൽ പോയിട്ട് ഇങ്ങനെ തലവെച്ചു കൊടുക്കുന്ന മനുഷ്യന് ശാന്തി ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. മരണം നമുക്ക് ആവശ്യമാണ്. അതെപ്പോഴാണ് സംഭവിക്കാമെന്ന് നമുക്ക് അറിഞ്ഞൂടാ, അല്ലേ? മനുഷ്യൻ എപ്പോഴും കൃതകൃത്യനായിട്ട് മൃത്യുവിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാണ്. എപ്പോൾ വേണമെങ്കിലും നമ്മളെ കൊണ്ടുപോയി മരണം നമ്മളെ വിളിച്ചോണ്ട് പോകും. അത് നമ്മൾ പ്രതീക്ഷിച്ച് തന്നെ നിൽക്കണം. ആ നിത്യങ്ങളായിരിക്കുന്ന വസ്തുക്കളോടുള്ള സ്നേഹപാശത്തിന്റെ കെട്ട് നമ്മൾ ഒഴിവാക്കണം. കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങളോടുള്ള നമ്മുടെ മനസ്സിന്റെ ഒരു അടുപ്പം അത് ഒഴിവാക്കണം. കാരണം എന്താണ്? പൂർവജന്മാർജിത കർമ്മഫലങ്ങളാണ് എല്ലാ അനുഭവങ്ങൾക്കും കാരണം. ഈ ജന്മത്ത് നമ്മൾ അനുഭവിക്കുന്ന രോഗ, ദാരിദ്ര്യ, ദുഃഖ, ദുരിതങ്ങളെല്ലാത്തിനും കാരണം പൂർവജന്മത്തിന്റെ കർമ്മഫലങ്ങളാണ്. കഴിഞ്ഞ ജന്മം എന്തൊക്കെയോ ചെയ്തു കൂട്ടി. എന്താ ചെയ്തത് നമുക്ക് അറിഞ്ഞൂടാ. മനസ്സിലായോ? എന്താ ചെയ്തത് നമുക്ക് അറിഞ്ഞൂടാ. ക്ലാസ് കഴിഞ്ഞിട്ട് നടക്കൂല മാതാജി, ജോലിയുണ്ട്, നാളെ പറയാം. ഞാൻ മറക്കൂ സൗമ്യ മാതാജിയെ? ഞാൻ മറന്നില്ല. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെയോ നമ്മൾ ചെയ്തു കൂട്ടി. നമ്മൾ എവിടെ ജനിച്ചു, എന്ത് ചെയ്തു, എന്താ കാണിച്ചു ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ കുറെ ചെയ്തു കൂട്ടി, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ കിടന്നിട്ട് പെപ്പരേ എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നത്, ആ ഓട്ടം തീരാത്തത്. മനസ്സിലായോ? അപ്പോ പുണ്യകർമ്മങ്ങളുടെ ഫലമാണ് എല്ലാ അഭിവൃദ്ധി ഉണ്ടാക്കി തരുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ കുറെ ചെയ്തു കൂട്ടിയതും പോരാണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുറച്ച് പുണ്യകർമ്മം ചെയ്ത്, അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നത്, ക്ലാസ് പറയാൻ സാധിക്കുന്നത് ഒക്കെ എന്താണ്? നമ്മളെ ഈ ജന്മത്തിൽ, കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത എന്തൊക്കെയോ നല്ല കാര്യങ്ങളാണ്. അതിൻ്റെ കാര്യങ്ങൾ കൊണ്ടാണ് ഈ ജന്മത്തിൽ നമുക്ക് ഇങ്ങനെ ഇതുപോലൊക്കെ സാധിക്കുന്നത്. പിന്നെ ഓരോ ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ പറ്റുന്നില്ലേ, അതൊക്കെ സാധിക്കുന്നത്. ചെറിയൊരു കോൾഡ് വന്നിരുന്നു, അതുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ മൂകാംബികയിൽ ഞാൻ ഒരു മാസം പോയിരുന്നില്ലേ, അത് ഏതോ ജന്മത്തിൽ അമ്മയുടെ അടുത്ത് അത്രേ ഇരിക്കണം എന്ന് ഈ ആത്മാവ് ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ഈ ജന്മത്തിലാണ് അമ്മ സാധിപ്പിച്ചു തന്നത്. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ, ഇപ്പൊ ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഭജന ഇരിക്കും. അതുപോലെ ഗുരുവായൂർ അമ്പലത്തിൽ ഏകാദശിക്ക് എത്തുക, അല്ലെങ്കിൽ ഉത്സവത്തിന് എത്തുക. അങ്ങനെ ഗുരുവായൂർ എന്നല്ല, തിരുപ്പതി, അങ്ങനെ കുറേ സ്ഥലങ്ങള്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള മണ്ണിലൊക്കെ കാല് കുത്താൻ സാധിക്കുക എന്ന് പറയുന്നത് കുറേ ജന്മങ്ങളുടെ പുണ്യമാണ്. അല്ലാതെ ഈ ജന്മത്ത് കുറച്ച് പൈസ കയ്യിലുണ്ടായിട്ട് നടക്കുന്ന കാര്യമല്ല അതൊന്നും. കുറേ ജന്മങ്ങളുടെ പുണ്യമാണ് നമ്മൾ അങ്ങനെയൊക്കെ എത്തുന്നത്, എല്ലാ ക്ഷേത്രങ്ങളിലും കേട്ടോ. ഇങ്ങനെയുള്ള പരാശര മുനിയുടെ ഉപദേശമൊക്കെ കേട്ട് ജനക മഹാരാജാവ് വളരെയധികം സന്തുഷ്ടനായി. നമ്മളും വളരെയധികം സന്തുഷ്ടരായി, അല്ലേ? ആദ്യമൊക്കെ കുറച്ച് ബോറടിച്ചു. പിന്നെ എന്തൊക്കെയോ കഥകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ബോറടി അങ്ങ് മാറി. കറക്റ്റ്. ഇതാണ് കഥ. ഈ ബാക്കിയെടുത്ത് നിങ്ങൾക്ക് ബോറടിക്കും. പോകാം മാതാജി, നമുക്ക് ഹംസഗീത. ഇതൊക്കെ എന്താന്ന് പോലും നമ്മളിപ്പോൾ തുടങ്ങിയാൽ തീരൂല, സമയമായില്ലേ. കഥകൾ വരുന്നുണ്ട് കേട്ടോ. വസുമാന മഹർഷിയുടെ ഉപദേശം, കഥകൾ മുന്നോട്ടുണ്ട്. പക്ഷെ നേരത്തെ ഉള്ള പോലത്തെ ഈ ക്ലാസ് കേൾക്കുന്നതും പുണ്യമാണ്. ഭഗവാൻ നമുക്ക് പറയാൻ അവസരം തന്നു. നേരത്തെ നമ്മുടെ ആ യുദ്ധമൊക്കെ ഇല്ലേ, മഹാഭാരതത്തിന്റെ തുടക്കം, അതൊക്കെ കഴിഞ്ഞു, ശാന്തമായി. ഇനി ഉപദേശമാണ്. ഇനിയിപ്പോ ലാസ്റ്റിലേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ, നമ്മുടെ ഈ ഭീഷ്മ പിതാമഹന്റെ ലാസ്റ്റ് കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് ഒരു രസമാണ് കേൾക്കാൻ. യജ്ഞം ഇത് അവസാനിപ്പിക്കുന്നതും കാർത്തവീര്യാർജുനന്റെ കഥയും അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു രസമുണ്ട്. വിവാഹത്തിലുള്ള ധർമ്മം എന്താണ്, എന്നാലും കുറച്ചുണ്ട് കേട്ടോ. നമുക്ക് മാക്സിമം എടുത്തെടുത്ത് പോവാം. ഓക്കെ, ഹംസഗീത അടുത്തത്, അത് നമുക്ക് നാളെ എടുക്കാം. അപ്പം എല്ലാവരും പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല കുട്ടികളായിട്ട് ടെൻഷനൊന്നുമില്ലാതെ പോയി കിടന്നുറങ്ങുക. കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ലൈഫിൽ അല്ലേ എല്ലാവർക്കും. പാവം
ശരിയാവും. ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. മഞ്ജരീസിൽ എവിടെ പോയാലും ഗുരുവായൂർ മഞ്ജരീസ് എന്നുള്ള പേരിൽ എന്തെങ്കിലുമൊക്കെ വഴിപാട് ഞാൻ ചെയ്യാറുണ്ട്. അപ്പം അതിലെല്ലാവരും പെടുമല്ലോ. സമർപ്പണം ചെയ്യുമ്പോഴേ ഞാൻ പ്രാർത്ഥിക്കും, ഭഗവാനെ എൻ്റെ മഞ്ജരീസ് കുടുംബത്തിലുള്ള ഓരോരുത്തരെയാണ് ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ വെക്കുന്നത്. കൃഷ്ണ, ഗുരുവായൂരപ്പ, മുത്തപ്പ, മൂകാംബികയെ രക്ഷിക്കണേ. പാവം കുറേ അമ്മമാരുണ്ട്, കുറേ അച്ഛന്മാരുണ്ട്, കുറേ ചേട്ടന്മാരുണ്ട്, കുറേ കുട്ടികളുണ്ട്, കുറേ ചേച്ചിമാരുണ്ട്, കുറേ അനിയത്തിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ജോലിയില്ലാത്തവർക്ക് ജോലി, ആരോഗ്യമില്ലാത്തവർക്ക് ആരോഗ്യം. ഭഗവാനെ സാമ്പത്തിക പ്രയാസമുള്ളവർക്ക് അത് തീർത്ത് കൊടുക്കണം, ശാന്തി കൊടുക്കണം ഭഗവാനെ. ചില മരുമക്കൾ പറയുന്ന കേട്ട് സഹിക്കാൻ പറ്റാത്ത അമ്മമാരുണ്ട്, കുറേ പ്രയാസങ്ങളുണ്ട്, ഭാര്യമാരും ഭർത്താക്കന്മാരായിട്ടുള്ള പ്രശ്നമുണ്ട്. അതൊക്കെ ഒന്ന് തീർക്കണേ കൃഷ്ണ. നീ അവരെ വേദനിപ്പിക്കല്ലേ. മഞ്ജരീസിനെ വിശ്വസിച്ച് നിൽക്കുന്നവരാണേ കണ്ണാ, നിന്റെ നാമത്തിലാണേ ഞങ്ങൾ നിൽക്കുന്നത്. ഇങ്ങനെ 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 പറയും, എപ്പോഴും പറയും. പ്രാർത്ഥിക്കുമ്പോഴും ഇത് തന്നെയാണ് പ്രാർത്ഥിക്കാം. എന്നിട്ട് ഗുരുവായൂർ മഞ്ജരീസ് എന്നുള്ള പേരിൽ അർച്ചനയും വഴിപാടൊക്കെ ചെയ്യും. അപ്പോൾ എനിക്കറിയാം ഭഗവാൻ എല്ലാവരെയും, ആ മഞ്ജരീസ് വാട്സപ്പ് ഗ്രൂപ്പ് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഭഗവാൻ അക്സെപ്റ്റ് ചെയ്യും. അതെനിക്ക് നല്ല വിശ്വാസം. ഞാൻ എവിടെ എന്ത് ചെയ്യുമ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം അതുകൊണ്ട് നമ്മളൊരു കുടുംബമാണ്, ഒന്നും വിഷമിക്കേണ്ട, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഉള്ള പ്രശ്നങ്ങളൊക്കെ വേഗം വേഗം ഭഗവാൻ തീർത്ത് തരും കേട്ടോ. പിണങ്ങിപ്പോയവരൊക്കെ തിരിച്ചെത്തും. നിങ്ങളോട് ആരൊക്കെ നിങ്ങളുടെ തീരും അമ്മ വിഷമിക്കാതെ, പാവം അത് കുറേ കരഞ്ഞതാ ത്രിവേണിയമ്മ. അമ്മ ഇനിയും സങ്കടപ്പെടാതെ, അമ്മ ഇനിയും സങ്കടപ്പെട്ടാൽ അമ്മയ്ക്ക് ഇനിയും വയ്യായികയൊക്കെ തിരിച്ചു വരും. അമ്മ സമാധാനമായിട്ട് ദേവി മഹാത്മ്യം ഒക്കെ വായിച്ച് അമ്മ സ്വസ്ഥമായിട്ടിരിക്കും. അത്രയേ ഉള്ളൂ. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് വരും സുരേഷ് മോനപ്പൻ പ്രഭ. അത് അതിലേറെ പാവം. സാരല്ല, ഒക്കെ മാറുന്നേ. ഭഗവാൻ നമ്മളെ വിഷമങ്ങളൊന്നും കാണാതിരിക്കൂല, നമ്മുടെ കഷ്ടപ്പാടൊന്നും കാണാതിരിക്കില്ല. അത്രയ്ക്ക് ദുഷ്ടനല്ലോ ഗുരുവായൂരപ്പൻ. അദ്ദേഹം കാണുന്നുണ്ട് നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ. കുറേ മെസ്സേജൊക്കെ ഓരോരുത്തരിട്ട് വെച്ചിട്ടുണ്ട്. പാവം തോന്നും, അവരുടെ സങ്കടങ്ങളാണ്. ചിലരൊക്കെ ഫോൺ എടുക്കുമ്പോഴത്തേ മാതാജി സഹിക്കാൻ പറ്റുന്നില്ല അറിഞ്ഞ് കരയുമ്പോഴേ നമുക്ക് അങ്ങോട്ട് ഭയങ്കര വിഷമം തോന്നി. ഈശ്വര അവരെ ദുഃഖങ്ങളൊന്ന് മാറ്റി കൊടുക്കണേന്നിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഇപ്പോഴും കണ്ടില്ലേ ഭഗവാൻ അതേ അത്രയും തുളസി. ഇത് നോക്കിക്കേ, എന്തോരം തുളസി ഇട്ടിട്ടാ. നിങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചിട്ടതാ ഭഗവാന്റെ പാദങ്ങളിൽ. അപ്പം അത് ഭഗവാൻ കാണാതെ സ്വീകരിക്കാതിരിക്കുമോ? സ്വീകരിക്കും, ഉറപ്പായിട്ടും സ്വീകരിക്കും കേട്ടോ. സങ്കടപ്പെടണ്ട, ചിരിക്കാം, പ്രാർത്ഥിക്കുക രാജി മാതാജി, കിട്ടും. ആരെന്ത് പറഞ്ഞാലും ഒരു മറുപടിയും കൊടുക്കണ്ട. മാറും ശ്രീകല മാതാജി. അതൊക്കെ ഷുഗറൊക്കെ ചെക്ക് ചെയ്യും, അത് മാറും കേട്ടോ. നാളെ കഴിഞ്ഞിട്ട് വിളിച്ചോ. നാളെ ഷൂട്ടുണ്ട്, രാവിലെ 5:30 ആകുമ്പോൾ പോകണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ദേവി മഹാത്മ്യം വന്നിട്ടുണ്ട്. നമുക്കൊരു സ്പെഷ്യൽ ബുക്ക് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട് നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. അത് വന്നു, അത് വെച്ച് ഞാൻ എടുത്തരാട്ടോ. എല്ലാം മാറുന്നേ. വീടില്ലാത്തവർക്കൊക്കെ ഭഗവാൻ വീട് തരും. ഏകാദശിയൊക്കെ എടുക്കും, വീട് തരും. ആരോഗ്യപരമായി കഷ്ടപ്പെടുന്നവർക്ക് ഭഗവാൻ അത് മാറ്റിത്തരും. ജോലി ഇല്ലാത്തവർക്ക് കിച്ചൂട്ടൻ ജോലി നൽകും. നമ്മുടെ ഗുരുവായൂരപ്പൻ നമ്മളെ ഒരിക്കലും കൈവിടൂല. വയ്യാതെ സങ്കടപ്പെട്ട് അപമാനിക്കപ്പെട്ടിരിക്കുന്ന അമ്മമാരാരുണ്ടെങ്കിലും ആ അമ്മമാരെ എൻ്റെ ഹൃദയത്തിലുണ്ട്. ആരൊക്കെ അവോയ്ഡ് ചെയ്തോട്ടെ, വിട്ടേക്കും. അവോയ്ഡ് ചെയ്യുന്നവരെ വിട്ടേക്കും. അവോയ്ഡ് ചെയ്യാത്ത ഒരാളിവിടെ ഇല്ലേ? അമ്മേന്ന് വിളിക്കാനുണ്ടല്ലോ ഇവിടെ, പിന്നെ എന്തിനാ സങ്കടപ്പെടണേ? ഇതേ ഞാൻ ചോദിക്കും, അമ്മമാരോട് ഞാൻ ചോദിക്കുന്നത് അതാണ്. നിങ്ങൾ അമ്മേന്ന് വിളിക്കേണ്ടവരെ നിങ്ങൾ അമ്മേന്ന് വിളിക്കാതിരിക്കുമ്പോൾ എന്തിനാ സങ്കടപ്പെടുന്നത്? അമ്മേന്ന് വിളിക്കാൻ ഞാനിവിടെ ഒരാളില്ലേ? ആ വിളി എന്നും ഉണ്ടാവും. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ ഉണ്ടാവും. മനസ്സിലായോ? അതുകൊണ്ട് സങ്കടപ്പെടണ്ട. പിന്നെ ഇപ്പോൾ ഉള്ള കുറച്ച് ഓട്ടം കൊണ്ടുള്ള തിരക്ക് കൊണ്ടുള്ള ട്രസ്റ്റ് ഒന്ന് പിടിച്ചു നിർത്താനുള്ള ഓട്ടവും ഷൂട്ടും ഒക്കെ ആയിട്ടാണ്. ഇനി മൂകാംബിക അമ്പട കേമാ അതെൻ്റെ ക്ലോസ് ഫ്രണ്ടാ. എല്ലാം ഭഗവാനോട് പറയാം. ഇനി മൂകാംബികയിലേക്ക് വൈകാതെ പോവും. അപ്പോൾ എൻ്റെ ചാർജ് തീരാറായി. ടാറ്റ ബൈ ബൈ. 5% ഓൺലി. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. സൂപ്പറായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. എല്ലാ സങ്കടവും മാറും. 100% ഗുരുവായൂരപ്പൻ കാത്തോളും.
ഒരു പ്രതീക്ഷയല്ല, അതാണ് പ്രതീക്ഷ. അത് മാത്രമാണ് പ്രതീക്ഷ. ഓക്കെ, ആരോഗ്യം നോക്കുക, അത് നിർബന്ധ. മനസ്സ് സമാധാനമായിട്ടിരിക്കുക. ബെഡ് വരെ ആരെന്ത് പറഞ്ഞാലും കേൾക്കുക, ചിന്തിക്കുക ഒക്കെ. ആ ബെഡിൽ കയറി കിടന്നാൽ പിന്നെ ഒന്നും ചിന്തിക്കരുത്. ഭഗവാനെ ഭജിച്ച് മിണ്ടാതെ കിടന്നുറങ്ങാം. സങ്കടം വരുമ്പോൾ നേരെ ഭഗവാന്റെ ശ്ലോകങ്ങൾ എന്തെങ്കിലും ഹെഡ്സെറ്റിൽ വെച്ചിട്ട് കേട്ട് കിടന്നുറങ്ങാം. സർവം കൃഷ്ണമയം. അപ്പം എല്ലാ പ്രയാസവും മാറും കേട്ടോ. സന്തോഷമായിട്ടിരിക്കണം. ഓട്ടം തന്നെ ഓട്ടം. സത്യം അമ്മ, ഞാൻ വരുന്നുണ്ട് അമ്മേൻ്റെ അടുത്ത് 2 ദിവസം നിൽക്കാൻ. ഇവിടുന്ന് ഓടി അങ്ങോട്ട് വരും. അമ്മയുടെ കൂടെ 2 ദിവസം നിൽക്കാൻ, കഥ പറയാൻ, അമ്മയുടെ കുറേ ശ്ലോകങ്ങൾ കേൾക്കാൻ. അമ്മ എനിക്ക് എപ്പോഴും ശ്ലോകങ്ങളൊക്കെ അയച്ചു തരും. മോളെ അമ്മ ചൊല്ലിയതാണ് കേട്ടോന്ന്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, അമ്മ അത് ത്രിവേണിയമ്മ അവിടെ നിന്ന് ചൊല്ലുമ്പം അമ്മ ആലോചിക്കുകയാണില്ലേ, ആ ഇത് ചൊല്ലി റെക്കോർഡ് ചെയ്ത് എൻ്റെ കുട്ടിക്ക് ഇട്ട് കൊടുക്കണം, എൻ്റെ കുട്ടി അത് കേൾക്കണം എന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കുമല്ലോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടാവുക. അല്ല, ഞാൻ അങ്ങനെ കേട്ടോ ചിന്തിക്കുക. അപ്പോൾ ഞാൻ അമ്മയുടെ മനസ്സിൽ വന്നതുകൊണ്ടല്ലേ അമ്മ എനിക്കത് അയച്ചു തന്നത്. അപ്പം ഞാനത് കേൾക്കണ്ടേ. അപ്പം ഞാൻ എന്ത് ചെയ്യും, രാത്രി കിടക്കാൻ നേരം ഇങ്ങനെ ഹെഡ്സെറ്റിലിട്ട് ഇങ്ങനെ കേൾക്കും. കേട്ടിട്ട് ഞാൻ അമ്മയ്ക്കൊരു മെസ്സേജ് ഇടും, ആ അമ്മ സൂപ്പറായിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്. സുരേഷ് മോനപ്പം പ്രഭു എന്നാലും എനിക്ക് പ്ലാവ് തന്നില്ലല്ലോ. ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട്, നോക്കിക്കോ, കോട്ടയത്തേക്ക് വരുന്നുണ്ട് ഞാൻ പ്ലാവ് മേടിക്കാൻ. ആഹാ, അങ്ങയുടെ പ്രശ്നമൊക്കെ മാറുമപ്പാ, സമാധാനമായിട്ടിരിക്കേ. ചാലക്കുടിയിലും വരാം, എല്ലായിടത്തും വരാം. ഓക്കെ, നിങ്ങളൊക്കെ കൂടെ ചെന്നൈക്ക് പോകും ഒരു ദിവസം, നമുക്ക് ഇവിടെയൊക്കെ കാണാലോ. എന്നാ പൊക്കോട്ടെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കും കേട്ടോ. ഗുഡ് നൈറ്റ്, നാളെ കാണാം നമുക്ക്. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാത് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. അപ്പുറത്തെ വീട്ടിൽ പുട്ട് എന്തായി നോക്കട്ടെ, മിക്കവാറും അതിനൊരു വഴിയാക്കി കാണും അവര്. ഓക്കെ, ബൈ. അത് വിട്ടില്ല, പ്ലാവ് വിട്ടില്ല, അത് ഞാൻ വിടൂല. എന്നെ പറ്റി ദിവ്യമാതാജിക്ക് മാത്രം കൊടുത്തില്ലേ. എൻ്റെ വീടിന് മുറ്റത്ത് എന്താ പ്ലാവ് വെച്ചാൽ വരൂലേ. ഞങ്ങൾ ഫ്ലാറ്റിലാണെങ്കിലും ചട്ടിയിൽ വെക്കുമല്ലോ ഞങ്ങള്. ആഹാ, ബൈ. ഞാൻ ചുമ്മാ പറഞ്ഞതാട്ടോ. ഹാപ്പി ആയിട്ടിരിക്കും. ഗുഡ് നൈറ്റ്, നാളെ കാണാം.